Good evening, everyone. A warm welcome to all the students joining us for today's thematic talk under Young Innovators Program. It's my pleasure to introduce our speaker, Sri Sudeep Charian, Director of Corporate Relations, Faculty, CMS College, Kottayam. He is an industry expert, academician, corporate trainer, and a career mentor with over 30 years of industry and academic experience. He has received MBA from the University of Pune and alumnus of IIM Calcutta and IIM Indore. He has extensive expertise in logistics, supply chain management, international trade, export-import, operations, and business development. He has worked across India and the Middle East and has built international business relationships across 12 countries. We are delighted to have you here with us today to share your insights on logistics and supply chain. So, without further delay, I invite Sri Sudeep Charian to begin today's session. Over to you, sir. Okay, thank you so much, ma'am. Thank you for the introduction. And good evening, all. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? Okay, I know that it's actually online interaction. I know that students will not be communicating well on this. So whether I need to continue in English or Malayalam? Sir, Malayalam. Okay, thank you. No problem. Okay, thank you so much. മലയാളത്തിൽ പറഞ്ഞത് കേട്ട് ലാസ്റ്റില് നമുക്ക് ശകലം സമയം Q&A കൊടുത്തു കഴിഞ്ഞാൽ Okay, there are no some problem. questions. Anyway, No we'll record the session and we will put it upon the website and also will be shared to a larger group of students and teachers. Okay. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. താങ്ക് യു സോ മച്ച്. ഞാനൊന്ന് സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യട്ടെ. ആമുഖമായിട്ട് ജസ്റ്റ് ഒന്ന് പറയാണ്, ഈ സ്ലൈഡ് നോക്കണ്ട. ആമുഖമായിട്ട് ജസ്റ്റ് വാണ്ടഡ് ടു സ്റ്റാർട്ട് വിത്ത് ലൈക്ക് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ എന്ന് കേട്ടിട്ടുള്ളവർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ നോ ദിസ് ഓൺലൈൻ പ്ലാറ്റ്ഫോം മേ ബി പീപ്പിൾ ആർ നോട്ട് റെഡി ടു റെസ്പോണ്ട്, ബട്ട് ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ യു ലൈക്ക് നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിലെ എല്ലാ നമ്മൾ ഫുഡ് കഴിക്കുന്നതായിക്കോട്ടെ, മെഡിസിൻസ് കഴിക്കുന്നതായിക്കോട്ടെ, നമ്മൾ സ്കൂളിൽ പോകുന്നതായിക്കോട്ടെ, കോളേജിലായിക്കോട്ടെ, ഹോസ്പിറ്റലിൽ, വേറെവർ ഇഫ് യു ആർ മൂവിങ് ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ലോജിസ്റ്റിക്സ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ട്രാൻസ്പോർട്ടേഷൻ. നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം സപ്ലൈ ചെയിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ വളരെ ഈസിയാണ് നമുക്ക് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒരു എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞൊരു അറ്റ്ലീസ്റ്റ് ഫോർ 3-4 years ആയിട്ട് നമുക്ക് വിഴിഞ്ഞം പോർട്ട് വന്നുകൊണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ മുഴുവൻ ഈ ലോജിസ്റ്റിക്സിനും സപ്ലൈ ചെയിനും ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള ഒരു ധാരണയോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയോ ഉണ്ട്. ധാരാളം എവിടെ നോക്കിയാലും നമ്മളിപ്പോൾ നമ്മളൊരു ജംഗ്ഷനിലോട്ട് ഇറങ്ങി ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പണ്ട് സ്റ്റഡി അബ്രോഡ് ആയിരുന്നു. ഇപ്പോൾ സ്റ്റഡി അബ്രോഡിൻ്റെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ലോജിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ദാറ്റ് മീൻസ് ദർ ഇസ് സം കൈൻഡ് ഓഫ് എൻ ഓപ്പർച്യൂണിറ്റി എവെയ്റ്റ്സ് ഫോർ യു. ദാറ്റ്സ് വൺ തിങ്. ഇവിടെ നമ്മൾ YIP എനിക്ക് തോന്നുന്നു 9th എഡീഷനാണ്. YIP എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 4-5 years ആയിട്ട് ഞാൻ YIPയുടെ കൂടുണ്ട്. YIPയുടെ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. YIP കൂടെ നിന്ന് ട്രെയിനിങ് നമ്മുടെ സ്റ്റുഡൻസിനെ എക്വിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരേ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. എന്തുകൊണ്ടാണ് YIP യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാം എന്തുകൊണ്ട്? കാരണം വി നീഡ് ടു ക്രിയേറ്റ് സോ മെനി ഓൺടർപ്രനേഴ്സ്. സംരംഭകരെ ഞങ്ങൾ കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഗവൺമെൻറ്റിൻ്റെ വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഒരു സംരംഭകർ ഉണ്ടാകുന്നത്, ഇതൊക്കെ ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലൈഡിൽ കാണുന്നത് ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമ്പോഴാണ് നമ്മുടെ ഓൺടർപ്രനിയൽ അല്ലെങ്കിൽ സൊല്യൂഷൻ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ കടക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനാണ്, എന്തായിരിക്കും ഇന്ന് രാവിലെ എന്താണ് കഴിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. മലയാളിയെ സംബന്ധിച്ചോളം ദോശയുണ്ട്, അപ്പമുണ്ട്, പുട്ട്, വാട്ട്സോ എവർ ഇല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടി. സാധാരണ രീതി ഇതിൻ്റെ പുറയിലത്തെ അധ്വാനം എന്ന് പറഞ്ഞാൽ കിച്ചണിൽ നമ്മുടെ അമ്മമാരുടെ അധ്വാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല.
അതിനും അപ്പുറമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു, ഈ നമ്മുടെ പ്ലേറ്റിൽ നമ്മൾ കഴിക്കുന്ന പുട്ട് എന്നുള്ളത് വിട്ട് കളഞ്ഞിട്ട്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ഏത് ഭക്ഷണമായാലും ഇത് എങ്ങനെ നമ്മുടെ അടുത്തേക്ക് എത്തി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യുക. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ, എൻ്റെ വീടിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് സൈഡ് വയലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം ആ വയൽ കൊയ്യുന്നു, അവിടുന്ന് കിട്ടുന്ന നെല്ല് അത് പുഴുങ്ങി അരിയാക്കി, അരിയിൽ നിന്നാണ് ചോറ് കിട്ടുന്നെന്നുള്ളത് നമ്മുടെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. ഇന്ന് ഒരു പക്ഷേ അത് ലിമിറ്റായി പോയിട്ടുണ്ട്, എങ്കിൽ പോലും നമുക്കറിയാം ഇതെങ്ങനെയാണ് വന്നെന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഇതൊരു ചെയിൻ ഓഫ് ആക്ഷൻസ് ആണ്. ഇതിനെയാണ് നമ്മളൊരു സപ്ലൈ ചെയിൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫാർമർ എന്ന് പറയുന്നത് വിളവെടുക്കുന്നു, പരിപാലിക്കുന്നു, നടുന്നു, അതായത് എന്താ പറയുന്നത്, വിത്തുകൾ നടുന്നു, ഫലങ്ങൾ ഉണ്ടാക്കുന്നു. അത് കുറച്ച് പേര് അത് സമാഹരിക്കുന്നു, മീൻസ് കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് സപ്ലയർ എന്നുള്ള ഒരു ലെവലിലേക്ക് അവരെത്തുന്നു. ആക്ച്വലി ദേ ആർ ബേസിക്കലി കളക്ടേഴ്സ്, ദേ ആർ കളക്ടിങ് ഫ്രം ദ ഫാർമേഴ്സ്. അവർ അത് സമാഹരിച്ച് അവരുടെ വെയർഹൗസിലാകാം. അപ്പോൾ അതിനൊരു പേരുണ്ട്, നമ്മൾ സ്റ്റോറേജ് എന്നൊക്കെ പറയും. ഇപ്പോൾ നമ്മളൊരു പ്രൊഫഷണലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് വെയർഹൗസ് എന്ന് പറയും. അപ്പോൾ അത് ഗുണനിലവാരമൊക്കെ നോക്കിയതിന് ശേഷം അത് നമ്മുടെ മില്ലിലേക്ക് പോകുന്നു, അടുത്ത പ്രോസസ്സാണ്. അതിനുശേഷം അത് പ്രോസസ്സ് ചെയ്ത് ബ്രാൻഡ് ചെയ്തതിന് ശേഷം ഒരു വലിയൊരു ബഹുജന വിതരണം എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമ്മൾ കടക്കും. ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഹോൾസെയിലേക്ക് ചെയ്യുന്നതിന് ശേഷം അത് റീറ്റെയിലേഴ്സ്, അതായത് നമ്മുടെ സ്വന്തം നമുക്ക് അടുത്തുള്ള കടകളിലേക്ക് നമ്മൾ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ പോയി നമുക്ക് വാങ്ങുന്നു. അങ്ങനെ ആ ഒരു വരുമാനം, വെൻ ദ കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ പേസ് ദ മണി, ഇറ്റ് ഗോസ് ഫ്രം റീറ്റെയിൽ ടു ഹോൾസെയിൽ ടു ദ മാനുഫാക്ചർ ടു ദ ഫാർമർ. ഇതിൻ്റെ ഇടയ്ക്ക് പേയ്മെൻറ്റ് നടക്കുന്നുണ്ടെങ്കിലും ഇതൊരു സിസ്റ്റമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇനിയും തൊട്ട് നിങ്ങൾ ചിന്തിക്കും, ഭക്ഷണത്തിന് മുമ്പ് ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കരുതണം, നമ്മളൊരു ദോശ മാത്രമല്ല, അല്ലെ നമ്മളൊരു ചപ്പാത്തി മാത്രമല്ല കഴിച്ചത്, ഇതിൻ്റെ പുറകിൽ വലിയൊരു സപ്ലൈ ചെയിൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ തൊട്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ല, റോ മെറ്റീരിയൽ തൊട്ട് അത് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് ആ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ ഫുൾ കൺസപ്ഷൻ ലെവലിൽ വരുന്ന ഒരു ചെയിൻ ഓഫ് ആക്ഷനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ഇനി സപ്ലൈ ചെയിനിൽ തന്നെ നമ്മുടെ പകുതി വെച്ച് നമ്മൾ നിർത്തിയിട്ട് പുതിയൊരു പ്രൊഡക്റ്റായിട്ട് മാറും. അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഒരു ഷുഗർ പഞ്ചസാര നമ്മൾ എങ്ങനെ കിട്ടും? ഷുഗർ കെയിനിൽ നിന്നാണ്, അല്ലേ? കരിമ്പിൽ നിന്ന് ആണ് പഞ്ചസാര നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പഞ്ചസാര എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചോളം ഫൈനൽ പ്രൊഡക്റ്റാണ്, ശരിയല്ലേ? ഫിനിഷ്ഡ് പ്രൊഡക്റ്റാണ് പഞ്ചസാര. പക്ഷേ ഒരു ബേക്കറിക്കാരനെ സംബന്ധിച്ച്, ഒരു കേക്ക് മാനുഫാക്ചർ ചെയ്യുന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മധുരപലഹാരങ്ങൾ സെല്ല് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം ഈ പഞ്ചസാര എന്ന് പറയുന്നത് അവരുടെ ഫൈനൽ പ്രൊഡക്റ്റ് അല്ല, അവരുടെ റോ മെറ്റീരിയലാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഫൈനൽ പ്രൊഡക്റ്റ് മറ്റുള്ള കമ്പനികളിൽ അവർക്ക് റോ മെറ്റീരിയലായിട്ട് മാറും. ആ പഞ്ചസാരയാണ് അവർ ഉപയോഗിച്ച് അവരുടെ പ്രൊഡക്റ്റ് അവർ മാനുഫാക്ചർ ചെയ്ത് അവർ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഇത് പലയിടത്തും ചെയിന് ഡൈവേർട്ട് ചെയ്തു പോവുകയും, പക്ഷെ നമ്മുടെ സപ്ലൈ ചെയിൻ അവിടെ കംപ്ലീറ്റ് ആകുമെങ്കിലും, പക്ഷേ ദിസ് സർക്കിൾ ഈസ് കീപ് മൂവിങ്. അപ്പം നമ്മളിവിടെ ഈ ഒരു കാലഘട്ടത്തിൽ നോക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നു, അത് നമുക്കറിയാം ഫാർമേഴ്സ് കളക്ട് ചെയ്യുന്നു, അതിനുശേഷം പ്രൊഡക്ഷനിലേക്ക് പോകുന്നു, നമ്മളത് വേണ്ട രീതിയിൽ സ്റ്റോറേജ് നടക്കും. സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് രീതിയിലുള്ള സ്റ്റോറേജ്, ഈ ഫാർമറിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോൾ അവിടെയും ഒരു സ്റ്റോറേജ് ഉണ്ട്, പക്ഷെ അതൊരു പ്രോപ്പർ സ്റ്റോറേജ് ഒന്നും ആകണമെന്നില്ല, കാരണം റോ മെറ്റീരിയൽ കീപ്പ് ചെയ്യാനുള്ള സ്റ്റോറേജാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ മൂവ് ചെയ്ത് ഒരു ഫാക്ടറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വെയർഹൗസ് ഉണ്ടായിരിക്കും, അവിടെ സിസ്റ്റം ഉണ്ടായിരിക്കും. ഇതെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ 2-3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തണം. ഒന്ന്, ടൈം ആൻഡ് മണി, അല്ലേ? ഓരോ ഘട്ടത്തിലും നമുക്ക് സമയം വ്യക്തമായ രീതിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ, അത് കാശും ചിലവാണ്. 2, പീപ്പിൾ ആൻഡ് ദ ടെക്നോളജി. ആൾക്കാരുടെ തീർച്ചയായിട്ടുള്ള എഫേർട്ട്, അധ്വാനം അവിടെ ഉണ്ട്. അവിടെ ടെക്നോളജി ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഫാർമറിൻ്റെ അടുത്ത് അത്രയും ടെക്നോളജി ഇല്ല,
നമ്മുടെ കാലഘട്ടത്തിൽ. ഇന്ന് നമുക്ക് ഡ്രോണിൻ്റെ സഹായത്തോടെ, ടെക്നോളജി 2, ഡ്രോണിൻ്റെ സഹായത്തോടെ നമുക്ക് എന്താ പറയുന്നത്, ഈ പാടത്തേക്ക് വിതയ്ക്കാനും അതുപോലെ മരുന്ന് എന്താ പറയുന്നത് സ്പ്രേ ചെയ്യാനും ഒക്കെ ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊക്കെ എന്താ പറയുന്നത് പത്തനംതിട്ട ജില്ലക്കാരനാണ്. കോട്ടയത്ത് ഇപ്പോൾ സെറ്റിൽ ചെയ്തേക്കാണെങ്കിൽ പോലും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ റബ്ബറൊക്കെ വരുമ്പോൾ ഹെലികോപ്റ്ററിൽ തുരിശടിക്കുമായിരുന്നു. അത് എന്തൊക്കെ റബ്ബറിനുള്ള പരിപാലനം ഇന്ന് നമ്മൾ കാണുന്നില്ല. കാരണം നമ്മൾ ഹൈ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള റബ്ബറാണ് ഇപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പണ്ട് റബ്ബറിന് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അപ്പം ഞങ്ങൾ ഈ എന്താ പറയുന്നത് ഹെലികോപ്റ്റർ കാണാനൊക്കെ പോകുമായിരുന്നു. ഇതിൻ്റെ പാട്ടായിരുന്നു, ഇതിൻ്റെ ലൈഫിൻ്റെ ഒരു പാട്ടായിരുന്നു. ഇന്ന് നമുക്ക് മേന്മയേറിയ എന്താ പറയുന്ന പ്ലാന്റുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതിനപ്പുറമായിട്ട് ഇപ്പോൾ ഡ്രോണിൻ്റെ ടെക്നോളജി എംബഡായിട്ടുള്ള ഒരു സിസ്റ്റം ഇന്ന് വന്നിട്ടുണ്ട്. ഇതിന് അപ്പുറമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ എപ്പോഴും ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ഈ സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സിൽ ഇൻഫർമേഷൻ വളരെ വൈറ്റലാണ്. ഇൻഫർമേഷനിൽ എവിടെയെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ സപ്ലൈ ചെയിൻ കൊളാപ്സ് ആവും. അതെന്താണെന്നുള്ളത് നമുക്ക് മാറുക. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾക്ക് ലേറ്റ് ആയാൽ എന്ത് സംഭവിക്കും? നമുക്ക് കിട്ടേണ്ട സാധനങ്ങൾ കുറച്ച് ലേറ്റായിട്ട് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് പെരിഷബിൾ ആയിട്ടുള്ള അല്ലെ കോൾഡ് സ്റ്റോറേജ് വെക്കേണ്ട അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ഉള്ള ഒരു എന്തെങ്കിലും ഒരു സാധനം വന്ന് താമസിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ആരെങ്കിലും വാങ്ങുമോ? നിങ്ങളിപ്പം എന്താ പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് ബ്രെഡ് അവിടെ ഇരിക്കുന്നു. അപ്പം നമ്മൾ സാധാരണ എന്ത് ചെയ്യും? എക്സ്പയറി ഡേറ്റ് ഒന്ന് നോക്കും. പഴയ എക്സ്പയറി ഡേറ്റ് ഇന്നുള്ള സാധനം നിങ്ങൾ വാങ്ങുമോ? ഇല്ല. ക്ലിയറാ? ഒന്ന് മാർക്കറ്റിൽ ആൾക്കാർ വാങ്ങാത്തത് കൊണ്ടാകാം. ഓക്കെ, അത് നമുക്ക് നമ്മുടെ ഡിമാൻഡ് കുറവാണെന്ന് പറയാം. പക്ഷെ തീർച്ചയായിട്ടും ഇഫ് ദ ഗുഡ്സ് ആർ റിസീവിങ് ലേറ്റ്, കസ്റ്റമർ വിൽ നോട്ട് അക്സെപ്റ്റ്. അപ്പോൾ ഇതിനുള്ള അധ്വാനങ്ങളെല്ലാം നമ്മൾ ശരിക്കും നമുക്കൊരു നഷ്ടമായിട്ട് മാറും. അതുകൊണ്ടാണ് ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ വളരെ വളരെ റിലവൻ്റ് ആയിട്ട് ഉള്ളത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ കസ്റ്റമർക്ക് കൺസ്യൂമറിന് എന്തു വേണമെന്ന് മനസ്സിലാക്കി അവരുടെ ഡിമാൻഡ് അനുസരിച്ചാണ് നമ്മളെപ്പോഴും ഈ മാനുഫാക്ചർ എപ്പോഴും റോ മെറ്റീരിയൽ സോഴ്സ് ചെയ്യുകയും അതിനുശേഷം സപ്ലയർ വാങ്ങി മാനുഫാക്ചർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ടർ വഴി കൺസ്യൂമറിലേക്ക് എത്തുന്ന ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് അനുസരിച്ചാണ്. ഡിമാൻഡ് ഉള്ളപ്പോഴാണ് സപ്ലൈ ഉള്ളത്. ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രൈസ് കൂടും. സപ്ലൈ കുറഞ്ഞാൽ ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുമ്പോൾ തീർച്ചയായും പ്രൈസ് കൂടും. എന്നാൽ സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് ഓൾറെഡി ഉണ്ട്, പക്ഷേ സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ പ്രൈസ് താഴെ പോകും. ഇതൊക്കെ വളരെ എക്കണോമിക്കലായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു എന്താ പറയുന്നത് ഒരു പ്രതിഭാസം തന്നെയാണ് ലോജിസ്റ്റിക്സ്. അല്ലാതെ വളരെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്നുമല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചും നമ്മളെല്ലാം എന്താ പറയുന്നത് ഒരു ഇൻ്റർനെറ്റ് യുഗത്തിലാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് നമ്മൾ പറഞ്ഞത് ഇൻഡസ്ട്രി റവല്യൂഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 4.0 എന്ന് പറയുന്നവരുണ്ട്, 5.0 നമ്മൾ ഓൾറെഡി റീച്ച് ചെയ്തെന്നും പറയുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് സ്പീഡാണ് എല്ലാത്തിനും എന്താ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി. എത്ര ഫാസ്റ്റായിട്ട് എനിക്ക് കിട്ടും പോർഷൻസൊക്കെ. ഇപ്പം ഒരു കോഴ്സിനൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ 1 വർഷം പഠിക്കണോ? 3 മാസം കൊണ്ട് പഠിപ്പിക്കത്തില്ലേ? എല്ലാവർക്കും ഫാസ്റ്റായിട്ടാണ് വേണ്ടിയത്. അതിനുശേഷം പറഞ്ഞു അവിടെ വന്ന് പഠിക്കണോ? ഓൺലൈനായിട്ട് പഠിച്ചാൽ പോരെ? ഇത് കണ്ടല്ലോ, എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടാൻ, ഫാസ്റ്റായിട്ട് കിട്ടാനുള്ള ഒരു എന്താ പറയുന്നത് ഒരു നമുക്ക് ആഗ്രഹമാണ്. അതിനനുസരിച്ചുള്ള ഡിമാൻഡാണ് വരുന്നത്. ആ ഡിമാൻഡ് വരുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മൾ സൊല്യൂഷൻസ് ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് എന്താ, കസ്റ്റമറിൻ്റെ ഹാപ്പിനെസ് ആണ് കസ്റ്റമർ ഇസ് കിങ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സ് ഹാപ്പിനെസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് നമ്മുടെ ഒരു ഫിംഗർ ടിപ്പിൽ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ സാധനങ്ങൾ നമ്മുടെ വീട്ടിലെത്തും. ഓർഡർ ചെയ്യുന്നു, അത് വെയർ ഹൗസിലെടുത്തുന്നു, വെയർ ഹൗസിൽ സാധനം വെയർ ഹൗസിൽ ഇരിക്കുന്ന സാധനങ്ങൾ പിക്ക് ചെയ്യുന്നു, അത് പാക്ക് ചെയ്യുന്നു, അതിന് നാസ്മേ എന്ന് പറഞ്ഞാൽ കൊറിയർ സർവീസായിട്ട് ചെയ്യുന്നു. ഇതിന് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ശരിയായ സാധനം ശരിയായ അളവിൽ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ശരിയായ കോസ്റ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ നോക്കാം. ഇതാണ് സാധാരണ ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം. ഇപ്പം ലോജിസ്റ്റിക്സിൽ നമുക്ക് അറിയാം ധാരാളം പ്രശ്നങ്ങളുണ്ട്.
ഡിലേ ആകുന്നു. മഴ പെയ്യുന്നത് കൊണ്ടായിരിക്കും ഡിലേ ആകുന്നത്. റോഡിൻ്റെ കണ്ടീഷൻസ് കൊണ്ട് ഡിലേ ചെയ്യാം. പല റീസൺസ് ഉണ്ട്. നമ്മൾ ആ പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻസിലേക്ക് എത്തുമ്പോൾ നമുക്കത് പഠിക്കാൻ പറ്റും. അപ്പോൾ ലോജിസ്റ്റിഷ്യനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ക്വാളിറ്റീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യമായ പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ളത്. അവിടെ ചെന്നിട്ട് പറയാം, അയ്യോ സാറേ ക്ഷമിക്കണം, പ്രൊഡക്റ്റ് മാറിപ്പോയി എന്ന് പറയാൻ പറ്റൂ? അപ്പോൾ വി നീഡ് ടു എൻഷുർ വി നീഡ് ടു റീച്ച് ടു ദ കസ്റ്റമർ വിത്ത് ദ റൈറ്റ് പ്രൊഡക്റ്റ്. അപ്പം പിന്നെ റൈറ്റ് ക്വാണ്ടിറ്റി. അദ്ദേഹം ഒരു 5 പീസ് ഓഫ് ഐറ്റംസ് ആണ് പറഞ്ഞത്, നമ്മൾ ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു. റൈറ്റ് ക്വാണ്ടിറ്റി ചെന്നില്ലെങ്കിലും പ്രശ്നമായി തീരും. റൈറ്റ് കണ്ടീഷന്, കുറച്ച് സമയത്ത് മഴയും നനഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പറ്റുമോ? ഇല്ല. പിന്നെ പണ്ടത്തെ അഡ്രസ്സ് നോക്കി ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ, സാറേ ഞാനിവിടെ ഉണ്ട്, സാറേ ഇവിടെ, ഞാൻ വെയിറ്റ് ചെയ്യുക. അയ്യോ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വേറൊരു സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു, അല്ലേ? അപ്പോൾ നിങ്ങൾ പുറപ്പെടുന്ന ഡെലിവറിക്ക് മുമ്പ് നിങ്ങൾ വിളിക്കണം. ഇന്ന് രാവിലെ ഒരു കൊറിയർകാരൻ വിളിച്ചു എന്ന് പറയുന്നത്, സാർ ഞാനിവിടെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് വിളിക്കുമല്ലോ എന്ന് ചോദിച്ചു. അത് CMS കോളേജ് ആണല്ലോ, അതുകൊണ്ട് അറിയാം CMS കോളേജ് എങ്ങും പോകത്തില്ലല്ലോ. കണ്ടോ, റൈറ്റ് പ്ലേസ്. കണ്ടോ, അവർക്കറിയാം CMS കോളേജിൽ ഡെലിവറി ചെയ്യുന്ന CMS കോളേജ് ഏതായാലും ഷിഫ്റ്റ് ചെയ്യത്തില്ലല്ലോ എന്നുള്ള. അതുപോലെ ഉറപ്പാണോ നമ്മൾ ഒരു കസ്റ്റമറുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവൻ്റെ ഓഫീസ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള നമുക്ക് ഉറപ്പ് വരുത്തണം. ഇതാരാ ചെയ്യേണ്ടത്? ലോജിസ്റ്റിക്കാരനാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ ഇൻഫർമേഷൻ പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റൈറ്റ് രീതിയിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് കോസ്റ്റ്, വൺസ് യു ഹാവ് കോട്ടഡ്, ഒരു കൊട്ടേഷൻ കൊടുത്ത് എഗ്രി ചെയ്ത് കഴിഞ്ഞ് പിന്നെ റേറ്റ് കൂടി അതിനകത്തൊരു ക്ലോസ് ഇല്ലെങ്കിൽ നമുക്ക് കൂട്ടാൻ സാധിക്കത്തില്ല. റൈറ്റ് കസ്റ്റമറുടെ അടുത്ത് കൊടുക്കണം. തെറ്റിച്ച് വേറെ കസ്റ്റമറുടെ അടുത്ത്, ചില നമ്മൾ കണ്ടിട്ടുള്ള പോസ്റ്റ് ഓഫീസുകാരൊക്കെ ആ ലെറ്റർ ഞാൻ ഇന്നാടെ കൊടുത്തു, ആരുടെ കൊടുക്കാനുള്ള വി ഡോണ്ട് ഹാവ് എ റൈറ്റ്. അപ്പോൾ വിത്ത് കൺസേൺ ഒരെങ്കിൽ പെർമിഷൻ ഓഫ് ദ റിസീവർ വി ക്യാൻ ഹാൻഡ് ഇറ്റ് ഓവർ. അപ്പോൾ റൈറ്റ് ടൈമിൽ കൊടുക്കണം. അപ്പോൾ ഈ 7 hours ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ പിക്ചർ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും? നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ ഇതെന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ചാറ്റ് ചെയ്തോ. ഈ പിക്ചർ കാണാൻ ഞാൻ വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. ഈ പിക്ചർ കാണാൻ വളരെ ഫേമസ് ആണ്. TV-യിലും എന്താ പറയുന്ന പത്രത്തിലും ഒക്കെ വന്നിട്ടുണ്ട്. റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? ആ, പഞ്ച്. വെരി ഗുഡ്, വെരി ഗുഡ്. പഞ്ച്, വെരി ഗുഡ്. ഓക്കെ. ഇദ്ദേഹത്തിന് ഈ ഒരു ടോയ് വന്നത് ഐക്കിയ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്, അല്ലേ? ഐക്കിയ ഈ ഒരു ടോയ് എങ്ങനെ ജപ്പാനിലെത്തി, അല്ലേ? അതൊരു സപ്ലൈ ചെയിൻ്റെ ഭാഗമല്ലേ? അപ്പോൾ ഈ പഞ്ച് എന്ന ആ ഒരു മങ്കിക്ക് കൃത്യമായി കൊടുക്കാനുള്ള സാധനം അവൈലബിൾ ആയെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. കൃത്യമാണോ? ദ അവൈലബിലിറ്റി, അതാണ് ഞാൻ പറഞ്ഞത്, അവൈലബിലിറ്റി എന്നുള്ളത്. അതുപോലെ ഡിസിഷൻ മേക്കിംഗ്, അവൻ എന്ത് ടോയ് കൊടുത്താലും അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ഡിസിഷൻ മേക്കിങ്ങും ലോജിസ്റ്റിക്സിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഇതൊന്ന് എൻ്റെ നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഈ ലോജിസ്റ്റിക്സും പഠിക്കുമ്പോൾ നമ്മൾ ഒരു ബിസിനസ് ലോജിസ്റ്റിക്സിൽ അല്ലെങ്കിൽ ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്ത് പ്രോബ്ലംസ് ആണ് ലോജിസ്റ്റിക്സുമായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ ബേസിസ് നമ്മൾ പ്രോബ്ലംസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊരു പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ലെങ്കിൽ പോലും നമുക്കൊന്ന് നോക്കാം. അപ്പം സാധാരണ രീതിയിൽ ഐഡിയയ്ക്ക് വേണ്ടി പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ സിനിമയ്ക്കൊക്കെ കഥ എഴുതുന്നവർ പല സ്ഥലങ്ങളിൽ പോയി അവിടെ റൂമിൽ ഇരുന്ന് ആലോചിച്ചിട്ട് എന്താ പറയുക, കഥ എഴുതും. എന്തുകൊണ്ടാണ്? കാരണം ഒരു കോൺസെൻട്രേഷൻ വേണം. ഇന്ന് നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യണം. ഈ ഓരോ പ്രോബ്ലംസിനെ നമ്മൾ എന്തായിട്ട് കാണണം? ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം. ഇപ്പം ഞാൻ ഇന്നൊരു സെഷന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ റോഡിൽ കൂടെ നടക്കുക, അവിടെ ഒരു ഗട്ടറുണ്ട്. മോൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സ്കൂട്ടറുകാരന് ആ ഗട്ടറിൽ നിന്ന് വീണു. പോയി അവനെ ഹെൽപ്പ് ചെയ്തു, ഹോസ്പിറ്റലായി. ഇതേ സംഭവം കുറേ നാളായിട്ട് നിങ്ങളുടെ വീടിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. എന്ത് ആക്ഷൻ ചെയ്യും? എല്ലാ ദിവസവും ഇദ്ദേഹത്തെ
ഇദ്ദേഹത്തെ അല്ല, പല ആൾക്കാരെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഒന്ന്, ആരാണ് ഇതിനകത്ത് റെസ്പോൺസ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ് നമ്മൾ നോക്കും. റോഡിൻ്റെ ഉത്തരവാദികൾ ആരാണ് നോക്കും. പഞ്ചായത്താണോ, മുനിസിപ്പാലിറ്റി ആണോ, വാർഡ് മെമ്പറാണോ, ഇവരെ നമ്മൾ അന്വേഷിച്ച് അവരെ വിവരം അറിയിക്കുന്നു. അതുമാത്രം ചെയ്താൽ മതിയോ? ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ, വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു, ദർ ഇസ് എ സൊല്യൂഷൻ. എവിടെയാണ്? അവിടെ ഗട്ടറാണ്. സൊല്യൂഷൻ എന്താ? ഗട്ടർ ഫില്ല് ചെയ്യുക. കുറച്ച് മണ്ണിട്ടാലും അത് ഫില്ല് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു പ്രോബ്ലത്തിന് നമ്മൾ കറങ്ങിത്തിരിഞ്ഞ്, നമ്മൾ പറഞ്ഞ ഭക്ഷണം കഴിക്കുന്നത് തല ചുറ്റി കഴിക്കേണ്ട കാര്യമില്ല, നേരെ കഴിക്കാൻ പറ്റും, പ്രൊവൈഡഡ്. പക്ഷേ നമുക്ക് ഈ കറക്റ്റ് അതോറിറ്റീസിനെ നമ്മൾ അറിയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ആ റോഡ് എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നോട്ട് നടക്കുക കഴിയുമ്പോൾ കുറേ ഗട്ടറുകളുണ്ട്, നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഗട്ടറുകൾ, എക്സാമ്പിൾ ഞാൻ പറഞ്ഞ, ഈ ഗട്ടറുകൾ വരുന്നത് മുനിസിപ്പാലിറ്റിക്കാരോ പഞ്ചായത്തുകാരോ അറിയുന്നില്ല. കാരണം അവരതുവഴി എപ്പോഴും പോകുന്നില്ല. അപ്പം എന്ത് സൊല്യൂഷൻ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും? ആരെയാണ് അറിയിക്കേണ്ടത്? ഇതിനൊരു സിസ്റ്റം ഉണ്ടോ? അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ എന്ത് പറയുന്ന ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെ മാറണം. പ്രോബ്ലത്തെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റണം. നമുക്ക് ഒത്തിരി കഥകൾ ഒരുപക്ഷെ ഈ വെബിനാർ സെഷനിലൂടെ നടത്തി കാണുമെന്നുള്ളത് കൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ നമ്മളിപ്പം അടച്ചിട്ട ഒരു മുറിയാണെന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും അടച്ചിട്ട മുറിയിലിരിക്കുക. ക്ലിയർ ആകുന്നുണ്ടോ? അവിടെ കാറ്റും കയറുന്നില്ല, വെളിച്ചവുമില്ല. ഓക്കെ, വെളിച്ചമുണ്ടെന്ന്, പകലാണെന്ന് വിചാരിച്ചോ, വെളിച്ചമുണ്ട്. പക്ഷെ ജനലെല്ലാം അടച്ചിട്ടേക്കുക, വാതിലും അടച്ചിട്ടേക്കുക. കാരണം ജനൽ ലോക്കായിപ്പോയി, വാതിൽ കുഴപ്പമില്ല. പക്ഷേ ഈ സമയത്ത് നമുക്കൊരു പ്രശ്നമുണ്ട്, പ്രോബ്ലം ഉണ്ട്. എന്താണ് പ്രോബ്ലം? നമ്മളെല്ലാം വേർക്കും. കാരണം എന്ന് പറഞ്ഞാൽ സഫോക്കേഷൻ ഉണ്ട്. സഫോക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് കാറ്റാണ്. സഫോക്കേഷൻ മാറണം. അപ്പോൾ ക്വിക്കായിട്ട് പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അവിടെ കാണുന്ന ബുക്കോ എന്തെങ്കിലും എടുത്ത് വീശാൻ തോക്കുന്നു. അപ്പോൾ വിഷറി എന്ന് പറഞ്ഞ ഒരു എക്യുപ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് കാറ്റ് കിട്ടാൻ, കുറച്ച് ആശ്വാസം കിട്ടാനാണ്. ക്ലിയർ ആകുന്നുണ്ടോ? ഇനി അതുക്കും മേലെ നെക്സ്റ്റ് ലെവൽ ഓഫ് ഇതെന്ന് പറയുന്നത് നമുക്ക് ഫാൻ ഓപ്ഷനാണ്, അല്ലേ? ഫാൻ തന്നെ വെറൈറ്റീസ് ഉണ്ട്. അപ്പം നമ്മുടെ പ്രോബ്ലം എന്താ? നമുക്ക് കാറ്റ് കിട്ടണമെന്നുള്ളതാണ്. രണ്ട്, കാറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പേപ്പർ വെച്ചോ അല്ലെങ്കിൽ ബുക്ക് വെച്ചോ നമുക്ക് വീശാം. ജനൽ തുറക്കാൻ വേണമെങ്കിൽ അതുവഴി നമുക്ക് കാറ്റ് കിട്ടാം. ഇനി അടുത്ത ഓപ്ഷൻ, നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കാറ്റ് കിട്ടാൻ ഫാന് ഉപയോഗിക്കാം. അപ്പം ഇതെല്ലാം ഓപ്ഷനാണ്. ക്ലിയർ ആകുന്നുണ്ടോ? ഓപ്ഷനാണ്. ഇനി ഫാൻ ഏത് രീതിയിൽ വേണം? സീലിംഗ് ഫാൻ വേണോ? ടേബിൾ ഫാൻ വേണോ? പെഡസ്ട്രിയൽ ഫാൻ വേണോ? ഇനി ചില ഫാനുകളുണ്ട്, ഈ കഴുത്തിലൊക്കെ ഇടുന്ന ഫാനുകൾ, അല്ലേ? അത് ഇന്നൊവേറ്റീവായിട്ടുള്ള ഐഡിയാസിൻ്റെ ഭാഗമാണ്. ഇനി AC വേണോ? അപ്പോൾ മനുഷ്യർ അനുഭവിക്കുന്ന പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്ട്സിനെ കാണുന്നത്, അല്ലാതെ ഒരു പ്രൊഡക്റ്റായിട്ടല്ല കാണുന്നത്. അപ്പോൾ നമുക്ക് പലപ്പോഴും പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടേ നമ്മൾ ഈ പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്തിനാണ് ഈ ഫാൻ കറങ്ങുന്നത്, എന്തിനാണ് AC ഉണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം ഇറ്റ്സ് ഓൾറെഡി ദെയർ. നമ്മൾ വന്നപ്പോൾ തന്നെ ആ ഫെസിലിറ്റി നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ അല്ലാതെ തന്നെ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചോദിച്ചോളൂ. കൈ ഒന്ന് ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇല്ലേ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ലാസ്റ്റ് നമുക്ക് ചോദിക്കാം. അപ്പം പ്രോബ്ലത്തെ നമ്മൾ ഓപ്പർച്യൂണിറ്റി ആയിട്ടും ആ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ട സൊല്യൂഷനും നിങ്ങൾ കണ്ടുപിടിച്ചാൽ, ഇപ്പം നമ്മൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് എ പ്രൊഡക്റ്റ്, ഫാൻ ഓർ AC, ദെൻ ദാറ്റ് ഈസ് യുവർ സൊല്യൂഷൻസ്. അതിന് വാല്യൂ എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ആ ടാർഗറ്റ് ഓഡിയൻസ് AC-ക്കുള്ള ഓഡിയൻസ് ആണോ, അതോ ഫാൻ ഉള്ള ഓഡിയൻസ് ആണോ, അതോ വിഷറി മാത്രം മതിയോ എന്നുള്ള ഓഡിയൻസാണ്. അതിലാണ് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്.
എത്രമാത്രം ക്ലാരിറ്റി കിട്ടിയെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും നിങ്ങളുടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഈസ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് എ സൊല്യൂഷൻ വിച്ച് ഷുഡ് ഹാവ് എ വാല്യൂ ടു കസ്റ്റമർക്കൊരു മതിപ്പുണ്ടാകണം. ഹീ ഫീൽസ് ദാറ്റ് ദിസ് ഇസ് എ ഗുഡ് ഐഡിയ, ദിസ് ഇസ് എ വാല്യൂ ഫോർ മണി എന്ന് പറയുമ്പോൾ വേർ യുവർ സക്സസ് സ്റ്റാർട്ട്സ്. അപ്പോൾ ഫാർമേഴ്സ് വെജിറ്റബിൾസ് സ്പോയിൽസ് ബിഫോർ റീച്ചിങ് ദ മാർക്കറ്റ്. അതാണ് പ്രോബ്ലം. അതായത് സ്പോയിൽ ചെയ്യുന്നതിന് മുമ്പ് മാർക്കറ്റിൽ എത്തണം. സ്പോയിൽ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമുക്ക് വിൽക്കാൻ പറ്റൂ? ഇല്ല. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായ എന്താ പറയുക സമയപരിധിയുണ്ട്. ആ പരിധിക്കുള്ളിൽ നമുക്ക് എത്തിച്ചില്ലെങ്കിൽ പ്രശ്നമാകും. അപ്പോൾ തീർച്ചയായും ഒരു ട്രാൻസ്പോർട്ടേഷൻ മേഖലയായാലും ലോജിസ്റ്റിക് മേഖലയായാലും സപ്ലൈ ചെയിൻ മേഖലയായാലും ഏത് ടെക്നോളജിക്കൽ മേഖലയായാലും നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ ഓപ്പർച്യൂണിറ്റീസ്. അതായത് പ്രോബ്ലത്തിൽ നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഐഡിയ ക്രിയേറ്റ് ചെയ്യണം, അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഞാൻ പെട്ടെന്ന് പോകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി എടുത്തിട്ടുള്ള സെഷൻസ് ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ മനസ്സിലാവും. അതിനുശേഷം നമ്മളൊരു മോഡൽ, അത് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഡിസൈൻ നിങ്ങൾ ഉണ്ടാക്കണം. അത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഇത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും സ്കെയിൽ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റി, അതിനെ മോണിറ്റർ ചെയ്യണം, വാലുവേറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള സ്റ്റെപ്പ് പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റാർട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഐഡിയ, നമ്മൾ ആലോചിക്കുന്ന ഐഡിയ, ഈസ് ഇറ്റ് വർത്ത്, ഈസ് ഇറ്റ് വാല്യുബിൾ, ഈസ് ഇറ്റ് വയബിൾ, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കണം. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചോളം നിങ്ങൾ ചോദിക്കുന്ന ലോജിസ്റ്റിക് ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ, നമ്മുടെ ക്രോപ്പുകൾ കൃത്യമായ രീതിയിൽ എത്തുക, അത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, എവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം റോഡുകൾ, പുതിയ റോഡുകൾ എത്ര എണ്ണം വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 50 വയസ്സിന് മുകളിലുണ്ട്. ഇപ്പോഴും ഞാൻ ചെറുപ്പത്തിൽ കണ്ട റോഡുകളെ ഞങ്ങളുടെ വില്ലേജിലുള്ളൂ. അതിൻ്റെ വലുപ്പവും കൂടിയിട്ടില്ല. ശരി, എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും? പക്ഷേ എത്ര വാഹനങ്ങളും എത്ര ജനങ്ങളും കൂടി. അപ്പോൾ കൃത്യമായ രീതിയിൽ വാഹനങ്ങൾ എത്തുവാൻ തക്കവണ്ണമുള്ള സമയത്തിന് എത്താൻ പറ്റുമോ? അതൊരു ചലഞ്ചല്ലേ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നിൽ നമ്മൾ ക്ലൈമറ്റ് ഇഷ്യൂസ് കേരളത്തെ സംബന്ധിച്ചോളം നമുക്കറിയാം മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ പോലല്ല. അപ്പോൾ കൃത്യമായ രീതിയിലുള്ള എന്താ പറയുന്നത് ഡിലേ വരുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് പക്ഷേ ട്രാഫിക് ആകാം, റോഡുകളുടെ കണ്ടീഷൻ ആകാം, ഒരു പക്ഷേ നാച്ചുറലായിട്ടുള്ള ചലഞ്ചസ് ആയേക്കാം. നാച്ചുറൽ കലാമിറ്റീസ് ഞാൻ പറയുന്നില്ല, നാച്ചുറലായിട്ടുള്ള റെയിൻ ആകാം, നല്ല ചൂടാകാം, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളാകാം, ഫ്ലഡ്, ഡിസാസ്റ്റേഴ്സ്. ഇനി വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതും വലിയ പ്രശ്നങ്ങളാണ്. ഇനി പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ആണെന്ന് തോന്നുന്നു കൽക്കട്ടയിലൊരു ഷിപ്പിൻ്റെ എന്ന് പറയുന്നത് ബ്രേക്ക് ജാമായിട്ട്, എനിക്കൊന്ന് സ്റ്റിയറിംഗ് ജാമായിട്ട് ഒരു റിവറിൽ കൂടെ പോകുമായിരുന്നു, സീ കൂടെ പോകുമായിരുന്നു. എനിക്കത് സിംഗപ്പൂരിലെ വെസലായിരുന്നു. അത് കരയിലോട്ട് ചെന്ന് ഇടിച്ച് നിൽക്കേണ്ട ഇതിൽ വന്നു. അപ്പം ഇതൊക്കെ ചലഞ്ചസ് ആണ്. ആ ചലഞ്ചസിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ കണ്ടെയ്നേഴ്സ് ധാരാളം, ആ ഷിപ്പിലുള്ള കണ്ടെയ്നേഴ്സ് എല്ലാം കറക്റ്റ് സമയത്ത് എത്തുമോ? ഇനി ആ ഷിപ്പ് കറക്റ്റായിട്ട് വന്ന് അത് റിപ്പയർ ചെയ്ത് ഒരു പക്ഷേ 3-4 ആഴ്ച എടുക്കാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ കസ്റ്റമറുടെ അടുത്ത് പ്രോമിസ് ചെയ്തത് വലിയ കണ്ടെയ്നറുള്ള 32 CBM അല്ലെങ്കിൽ എന്താ പറയുന്ന പല ഷിപ്പൻസ് ഒരു കണ്ടെയ്നറിനകത്ത് അത്രയും വരും. അതാ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഷിപ്പൻറ്റ് ഡിലേ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇത് ചലഞ്ചിങ് ആയിട്ട് വരുമ്പോൾ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ തക്കവണ്ണം സൊല്യൂഷൻസ് ഉണ്ടോ? MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ ചെറുകിട വ്യാപാരികൾക്കും റീറ്റെയിലുകാർക്കും അതുപോലെ ഹെൽത്ത് കെയറുകാർക്കും കൃത്യമായിട്ടുള്ള എന്താ പറയുന്നത് സൊല്യൂഷൻസ് കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എന്താണ് പ്രോബ്ലംസ് ഉള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. വിച്ച് ആർ ദ പ്രോബ്ലം യു ഹാവ് സീൻ ഇൻ യുവർ വില്ലേജ് ഓൺ ടൗൺ. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷനും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ സ്റ്റുഡൻസും പാർട്ടിസിപ്പൻസും എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്കൊന്ന് മെസ്സേജ് ചെയ്യാൻ പറ്റുമോ? അത് നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം.
ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തും എടുക്കാം. അതായത് അഗ്രികൾച്ചറൽ ട്രാൻസ്പോർട്ടേഷൻ ആകാം, ഈവൻ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഒരു റീസൺ പറയൂ, പ്രോബ്ലംസ് പറയണം നിങ്ങൾ. ബസ് ഈസ് ക്രൗഡഡ്, യെസ്, ഒരു പ്രോബ്ലമാണ്. യെസ്, പ്രത്യേകിച്ച് ഫ്ലഡ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി. ഓക്കെ, വന്നോട്ടെ. ടൈം കൺസ്യൂമിങ് ഫോർ ദ മെഡിക്കൽ നീഡ്സ്, യെസ്. Path holes during the birth, yes, exactly. Lack of hygienic in the public transport, yes. ഓക്കെ, ഇനി ഞാൻ അധികം ചോദിക്കുന്നില്ല. നമുക്ക് ആദ്യം തൊട്ടൊന്ന് ആദ്യത്തെ തന്നെ നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് ചുമ്മാ നോക്കാം. ഇതിനകത്ത് നമുക്ക് നോക്കൂ, ബസ് ക്രൗഡഡ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഇത് നമുക്ക് എല്ലാവർക്കും സോൾവ് ചെയ്യാൻ പറ്റും. ബസ് ക്രൗഡഡ് ആയി കഴിഞ്ഞാൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റുമോ? എന്താ ചെയ്യാൻ പറ്റുന്ന? നമുക്ക് അത്യാവശ്യക്കാരെ ബസ് കയറ്റാതിരിക്കാൻ പറ്റുമോ? പ്രൈവറ്റ് ബസ് ആണെങ്കിൽ മാക്സിമം, ട്രാൻസ്പോർട്ടേഷൻ ബസ്സാണെങ്കിൽ നമുക്കറിയാം, പ്രിയദർശിനി തുടങ്ങിയതിന് ശേഷം നമുക്കറിയാം നല്ല തിരക്കുണ്ട്, എല്ലാ ബസ്സുകളും നല്ല തിരക്കുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാനൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എന്താണെന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന്, ഞാൻ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ബസ് കൂടെ അഡീഷണൽ ഇടാൻ പറ്റും അല്ലേ? ഇതല്ലേ ഒരു സൊല്യൂഷൻ, നമ്പർ 1. പിന്നെ യെസ്, മെട്രോ വയ്ക്കുന്നത്. ഞാൻ വില്ലേജിൻ്റെ കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത്, മെട്രോയിലോട്ട് നമുക്ക് വില്ലേജ് ചെയ്യാൻ പറ്റുന്നത്. 2, ഇത് കഴിക്കുന്നത് ഇതിനെ കൃത്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുകയും നമ്മൾ ഒരു ബസ്സിൽ ഫ്രീക്വൻസി ഓഫ് ബസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഫ്രീക്വൻസി ഓഫ് ആൾക്കാരുമായിട്ട് നിങ്ങൾ, അതാണ് ശരിക്കും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നമ്മൾ സംസാരിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ YIPയുടെ ട്രെയിനിങ്ങിലൊക്കെ നിങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടാണ് ചേട്ടൻ യാത്ര ചെയ്യുന്നത്, ചേച്ചി യാത്ര ചെയ്യുന്നത്, എല്ലാ ദിവസവും ഇതിലാണോ പോകുന്നത്, എവിടെ, അതോ ചുമ്മാതെ യാത്ര ചെയ്യുന്നതാണോ? അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ആ ഒരു ബസ്സിൽ തന്നെ, ഫോർ എക്സാമ്പിൾ ഞാൻ കോട്ടയത്തു നിന്ന് വൈക്കത്തിലേക്ക് പോകുന്നു, ബസ് എപ്പോഴും ഫുള്ളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏകദേശം 70 അല്ലെങ്കിൽ 60 പേര് റെഗുലറായിട്ട് പോകുന്ന വൈക്കത്ത് പോകാൻ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലേക്ക് പോകുവാനുള്ള നമ്മൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് സംസാരിക്കണം. നിങ്ങൾ എല്ലാ ദിവസവും പോകുന്നവരാണോ എന്ന് അവരുടെ പ്രോബ്ലംസ് നമ്മൾ സർവേയിലൂടെ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നമുക്ക് സൊല്യൂഷൻ കൊടുക്കാം. ഇനി ബസ്സിൽ സ്ഥലമില്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കൃത്യമായ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിൽ എനിക്ക് തോന്നുന്നു 3 സ്റ്റെപ്സ് വേരിഫിക്കേഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ കാണുന്നത്, ഒബ്സർവ് ചെയ്യുന്നതുള്ള. പിന്നെ ഓൺലൈൻ കൂടുതൽ അവൈലബിലിറ്റി, അല്ലെ പബ്ലിക് ഈ പബ്ലിക് ഡൊമൈനിലുള്ള ഡേറ്റാസ്. അതിനുശേഷം നമ്മൾ ഈ ഫീൽഡിലേക്ക് നമ്മൾ പോകുന്നു, എന്നിട്ട് നമ്മൾ അവരോട് സംസാരിക്കുന്നു, ഇൻ്റർവ്യൂ ചെയ്യുന്നു, ഓരോരുത്തരുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നു. പല രീതിയിൽ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം നമ്മൾ തീരുമാനിക്കുന്നു, യെസ്, ഇവർക്ക് ഈ ബസ്സിൽ കയറാതെ അടുത്ത ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ വേറൊരു റൂട്ടിൽ പോകുന്നത്. പക്ഷേ ഇവർ വൈക്കം വരെയല്ലല്ലോ പോകുന്നത്. ദർ ഇസ് അനദർ ബസ് ഗോയിങ് ടു അനദർ ഡെസ്റ്റിനേഷൻ ത്രൂ ഇദ്ദേഹത്തിന് പോകുന്ന സ്ഥലം. വൈക്കം വരെ അദ്ദേഹം പോകുന്നില്ല, പക്ഷെ വൈക്കത്തുള്ള ബസ്സിനാണ് അദ്ദേഹം കയറുന്നത്. അപ്പോൾ ഓരോരുത്തരെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോബ്ലത്തെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും, നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് ഡിഫറെൻറ്റ്, കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന്, ഡിഫറെൻറ്റ് ബസ്സുകളിടാം. സാധാരണ നാച്ചുറലി ഗവൺമെൻറ് ചെയ്യുന്നെന്ന് പറഞ്ഞ് ആയിട്ടുള്ള. ഇനി രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഇനി നമുക്ക് ഇച്ചിരൂടെ ഒരു പ്രീമിയം ലെവലിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായ നമുക്ക് കൺട്രോളിലേക്ക് പോകും. അപ്പം വേറെ ഓരോ സ്ട്രാറ്റജീസാണ് നമുക്കൊന്ന്. ഇനി എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് കാർഡ് സിസ്റ്റം കൊടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ വേരിയസ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ഇനി ലാക്ക് ഓഫ് ഹൈജീൻ ഇൻ ദ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ്,
നമുക്കൊരു പക്ഷേ നമുക്ക് ഈ യൂറോപ്പിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു എന്താ പറയുന്ന ആ ഒരു ക്ലെൻലിനെസ് ഒന്നും നമുക്കിവിടെ നമ്മുടെ നമ്മുടെ ക്ലൈമറ്റ് റീസൺസ്, ഇപ്പോൾ കാരണം മഴ പെയ്യുമ്പോൾ തീർച്ചയായിട്ടും അറിയാം നനഞ്ഞ കുടയും കൊണ്ടാണ് ആൾക്കാർ പോകുന്നത്. ഒരു പക്ഷേ മീൻ ഉള്ളവരും സെയിം ട്രാൻസ്പോർട്ടേഷനാണ് വെക്കുന്നത്. അപ്പം നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിൽ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നത് ഒന്ന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളതാണ്, പിന്നെ പാത്ത് ഹോൾസ് ഡ്യൂറിങ് പുവർ ഡാമേജ്, പ്രോപ്പറായിട്ടുള്ള എന്താ പറയുന്നത് കൃത്യമായ രീതിയിലുള്ള സൂപ്പർവിഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡീക്കേഡ് ചെയ്യാം ഇച്ചിരൂടെ കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ ഇൻഡസ്ട്രി അറേഞ്ച് ബസ് ടൈമിങ്സ് അക്കോർഡിംഗ്ലി ഡിമാൻഡ്, ഓക്കെ, അത് നല്ലൊരു സജഷൻസ് ആണ്. കൂടുതൽ ബസ്സുകൾ ആ സമയത്ത് ഓടിക്കാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് എ ഗുഡ് ഡെസിഷൻ, സൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള സൊല്യൂഷൻസിനെ നിങ്ങൾ ഡീകോഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സൊല്യൂഷനായിട്ടത്. ഇതൊക്കെ ഒരു എന്താ പറയുന്നത് സോഷ്യൽ റിലവൻസ് ആയിട്ടുള്ള എന്താ പറയുന്നത് പ്രോബ്ലംസ് സോൾവിങ്ങിലേക്ക് വരും. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇൻഡസ്ട്രി റെവല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാം വീലിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ട്രാൻസ്പോർട്ട്, എസ്പെഷ്യലി ട്രാൻസ്പോർട്ടേഷനും എത്തുക. കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് ആനിമലിനെ യൂസ് ചെയ്തു, മനുഷ്യൻ ചുമ്മിക്കൊണ്ടു പോകുന്ന സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ വീൽസ് കണ്ടുപിടിച്ചിടത്തോളം ചേഞ്ചസ് ഉണ്ടായി, മെഷീൻസായി. ഇന്ന് ഇൻഡസ്ട്രി റെവല്യൂഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 18th സെഞ്ച്വറി തൊട്ട് 19th സെഞ്ച്വറി വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1800 തൊട്ട് 1900 വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ലോയിൽ ഒരു 100 വർഷത്തെ ഗ്യാപ്പാണ്. അതിനുശേഷവും നിങ്ങൾ ആക്ച്വലി ഇത് 2000-ലല്ല, 1960, കമ്പ്യൂട്ടറൊക്കെ 1960 ആണ് ബേസിക്കലി. അപ്പോൾ ഏകദേശം ഒരു 60 തൊട്ട് 70 വർഷത്തെ ഒരു ഗ്യാപ്പിലാണ് അടുത്ത ഇൻഡസ്ട്രി റെവല്യൂഷൻ വന്നത്. പിന്നുള്ള ഇൻഡസ്ട്രി റെവല്യൂഷൻസ് വരുന്നതെന്ന് പറയുന്നത് വെറും 10 വർഷം കൊണ്ടോ 20 വർഷം കൊണ്ടാണ്. പിന്നെ വരുന്ന ഇൻഡസ്ട്രി റെവല്യൂഷൻ എന്ന് പറയുന്നത് വെറും 10 വർഷം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ഇൻഡസ്ട്രി റെവല്യൂഷൻസ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പലർക്കും ജോലി നഷ്ടപ്പെടുന്നു, പലർക്ക് പുതിയ ജോലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് പുതിയ ടെക്നോളജി, പുതിയ ഇൻഡസ്ട്രി റെവല്യൂഷനുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ടെക്നോളജി എന്താണ് നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടെയാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ 50+ ഇയേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. 40 എന്ന് പറയുന്നത് 25 ഇയേഴ്സ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു. കുറച്ച് നാൾ ഞാൻ FMCG, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിലുണ്ടായിരുന്നു. പിന്നെ എക്സ്പോർട്ട് ഫേമിൽ ഞാൻ വർക്ക് ചെയ്തു. അതിനുശേഷം ലോജിസ്റ്റിക്സ്, ഷിപ്പിംഗ്, വെയർ ഹൗസിങ് ഇതെല്ലാം ഉള്ള ഫേമിലാണ് 21 വർഷം ഞാൻ ജോലി ചെയ്തത്. പല മേഖലകളിലായിരുന്നു. ബിസിനസ് ഡെവലപ്മെൻറ്റിലുണ്ടായിരുന്നു, ഓപ്പറേഷനിലുണ്ടായിരുന്നു, പിന്നെ പ്രത്യേകിച്ച് ട്രെയിനിങ് എൻ്റെ ഒരു മേഖലയായിരുന്നു. അപ്പോൾ ഇതിലെല്ലാം ഞാൻ ചേഞ്ചസ് വളരെ കൃത്യമായിട്ട് പറയും. കാരണം നമുക്ക് അറിയാം ആ സമയങ്ങളിലൊക്കെ ഇഷ്ടം പോലെ എന്താ പറയുന്നത് കോവിഡ് അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വന്നപ്പോഴും പല ജോലികൾ നഷ്ടപ്പെടുന്ന സമയത്തൊക്കെയും റിസഷൻ്റെ സമയത്തൊക്കെയും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഇപ്പോൾ ഒരു 30 ഇയേഴ്സ് അക്കാഡമിക്സിലൂടെ ആയതുകൊണ്ട് 30 ഇയേഴ്സിലോട്ട് എക്സ്പീരിയൻസ് ആയി വരുമ്പോൾ, ഞാൻ ഈ നാട്ടിൽ വരുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എയുടെ കാലമാണ് ആണല്ലോ. അപ്പോൾ ഞാനൊരു 3 വർഷം മുമ്പ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ AI കോഴ്സ് പഠിച്ചു. എന്തുകൊണ്ടാണ്? ലോജിസ്റ്റിക്സിനെ ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു. അതിനുശേഷം ലോജിസ്റ്റിക്സ് വിത്ത് AI എന്ന് പറഞ്ഞ കോഴ്സ് ഡിസൈൻ ചെയ്ത് ഇന്ന് എന്ന് പറയുന്നത് 2.5 വർഷം മുമ്പ് മലയാള മനോരമയുമായിട്ട് ജോയിൻ ചെയ്ത് ഞങ്ങൾ ഈ കോഴ്സ് ലോഞ്ച് ചെയ്തു. ലോജിസ്റ്റിക്സ് ടു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. എന്തുകൊണ്ട്? കാരണം എനിക്ക് പിടിച്ചു നിൽക്കണം. ക്ലിയർ ആകുന്നുണ്ടോ? ഞാൻ ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള, അപ്ഗ്രേഡഡ് ആയിട്ടുള്ള, ഇപ്പോൾ ചലഞ്ചിങ് ആയിട്ടുള്ള പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ ഞാനൊരു ട്രഡീഷണൽ മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ലെവലിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം എനിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു അപ്പ് സ്കിൽ. ക്ലിയർ ആണെന്ന് ഞാൻ മനസ്സിലാവും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ലെവലിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ഷുഡ് ഗെയിൻ സം കൈൻഡ് ഓഫ് എ സ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഓൺടർപ്രണറിയൽ സ്കിൽ, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്.
ഞാൻ പല രാജ്യങ്ങളിൽ പോയി പല ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അന്ന് ഞങ്ങളുടെ ടീം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട്, നിങ്ങൾക്ക് നല്ല സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, സ്കില്ലുണ്ട്, സമ്മതിച്ചു, ഇതെല്ലാം എഗ്രി ചെയ്യുന്നു. കാരണം അന്ന് ലിങ്ക്ഡിനോ ഒന്നും നമ്മൾ നോക്കുന്നില്ല, നമുക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത സമയത്ത് അവരോട് ചോദിക്കുന്ന ഒറ്റ ക്വസ്റ്റ്യൻ, വാട്ട് യു ക്യാൻ ഡു ഫോർ അവർ കമ്പനി. ഇപ്പോൾ ഈ എല്ലാ കമ്പനികളും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, നിൻ്റെ എന്താ പറയുന്ന ക്വാളിഫിക്കേഷൻസ് എല്ലാം ഉണ്ട്, പക്ഷേ അതെല്ലാം അവിടെ വെച്ചോ, സന്തോഷം, നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനിയിൽ എന്ത് സൊല്യൂഷൻസ് ചെയ്യാൻ പറ്റും, ഞങ്ങളുടെ കമ്പനിയെ പറ്റി നിങ്ങൾ പഠിച്ചോ അല്ലേ? ഇപ്പം കമ്പനിയെ പറ്റി പഠിപ്പിക്കും. ഞാൻ പ്ലേസ്മെൻറ്റിൻ്റെ ചാർജ് ഇവിടെ CMS കോളേജിലുണ്ട്. അപ്പോൾ ഒരു ക്യാമ്പസിലേക്ക് ഒരു കമ്പനി വന്നു കഴിഞ്ഞാൽ ഐ ടീച്ച് ദം വാട്ട് ദ കമ്പനി ഡസ് ഇറ്റ്, കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്താണ്, കമ്പനിയിൽ നിങ്ങൾ എന്തിനാണ് കമ്പനിക്കാരെ എടുക്കുന്നതെന്ന് അവരെ പഠിപ്പിക്കുകയാണ്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് അവിടെ പോകുന്നത് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിൽ പ്രോബ്ലം എന്നുള്ളതല്ല. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ നമ്മളൊരു പ്രോബ്ലമായിട്ട് അവിടെ അല്ല പോകുന്നത്, വി ഹാവ് എ സൊല്യൂഷൻസ്. അപ്പോൾ അവരുടെ ഹിസ്റ്ററി പഠിച്ച്, അവരുടെ ഗ്രോത്ത് പഠിച്ച്, അവരുടെ സ്ട്രാറ്റജി പഠിച്ചത്, അതിനുശേഷം അവരുടെ ഒരു മൈൻഡ് സെറ്റുമായിട്ട് അലൈൻഡ് ആയിട്ട് വേണം നമ്മുടെ പോകേണ്ടത്. അത് തന്നെയാണ് ഓൺടർപ്രനറിയൽ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. എന്തുകൊണ്ട്? വാട്ട്സ് മേക്സ് യു ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തനാക്കുന്ന എന്താ? നമ്മുടെ ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഫേസ്ബുക്കിൻ്റെ ഫൗണ്ടറായാലും വാട്സപ്പിൻ്റെ ഫൗണ്ടറായാലും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫൗണ്ടറായാലും വെൻ ഹീ സ്റ്റാർട്ടഡ് ഹീ സ്റ്റാൻഡ് ഔട്ട് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. അതുകൊണ്ടല്ലേ ഇന്ന് അവർ ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. പ്ലീസ് സജസ്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ സ്റ്റുഡൻസ്, BCom സ്റ്റുഡൻസ് ഫോർ ലോജിസ്റ്റിക്സ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് MBA ലോജിസ്റ്റിക്സിലോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ ടാലൻറ്റ്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് പ്രോസസ് ഓഫ് എന്താ പറയുന്നത് A to Z കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽ തൊട്ട് എന്താ പറയുന്നത് റോ മെറ്റീരിയൽ തൊട്ട് കൺസംഷൻ വരെ ഉള്ളതാണ് സപ്ലൈ ചെയ്യുന്നത്. ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനും വെയർഹൗസും എല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ലോജിസ്റ്റിക്സ്. അപ്പം ഇനി അതിനകത്തും നമ്മൾ എന്താ പറയുന്നത് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എയർ ട്രാൻസ്പോർട്ടേഷനുണ്ട്, ലാൻഡ് ട്രാൻസ്പോർട്ടേഷനുണ്ട്. അപ്പോൾ ഏതിലാണ് നിങ്ങൾക്ക് പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് വാസ്റ്റാണ്. നമ്മളൊരു മാരിടൈം ഒക്കെ പഠിക്കാൻ പോകുമ്പോഴുള്ള എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാസ്റ്റ്. അതിലേതാണ് സ്പെഷ്യലൈസ് ചെയ്യുക? ഇപ്പം നമ്മൾ MBBS പോയിട്ട് എന്ന് പറയുന്നത് സ്കിൻ ഡോക്ടർ ആകുന്നു, ഐ സ്പെഷ്യലിസ്റ്റ് ആകുന്നു എന്ന് പറയുന്നത് പോലെ ഏത് വേണം നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം അതിലോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ മേഖലകളെല്ലാം ക്ലോസ് ചെയ്തു. പലരാണെങ്കിൽ എയർ ഫ്രൈറ്റ് മാനേജ്മെൻറ്റ് പഠിക്കാൻ പോകും, പക്ഷേ അവിടെ പോയി കഴിയുമ്പോൾ എന്തോ എയർപോർട്ട് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എയർ ഓപ്പറേഷൻസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. CO ലാൻഡോ അവിടെ പഠിക്കുന്നില്ല, കുറച്ച് 1-2 പോർഷൻസേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് എന്താ പറയുന്നത് ഒരു ഫുൾ സ്റ്റഡി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് ഈസ് MBA നീഡ് ഫോർ ലോജിസ്റ്റിക്സ് കോഴ്സ്. MBA-കാരനും ഒരു BBA-കാരനും ഒരു ഡിപ്ലോമക്കാരനും ഉള്ള ജോലി കിട്ടുന്നത് ഏത് ടൈപ്പ് ജോലിയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഒരു MBA-കാരന് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു എക്സിക്യൂട്ടീവ് ലെവലിൽ ഒരു ഓഫീസർ പൊസിഷനിലോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രാജുവേറ്റ്സിന് കിട്ടുന്നത്. പിന്നെ അതിനുശേഷമുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ കഴിവനുസരിച്ചാണ്. അതിന് +2-കാരനായാലും അവന് നല്ല കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനി വിൽ ടേക്ക്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് നിങ്ങളോട് പറയാം. ഇന്ന് ഇത് ഒരു ആർട്ടിസ്റ്റിൻ്റെ എന്താ പറഞ്ഞാൽ 2050 എന്ന് ഒരു ഡ്രീമിൽ കണ്ടതാണ്. പല രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഹൈപ്പർ ലൂപ്പ് എന്നും പറഞ്ഞുണ്ട്. അതായത് ട്യൂബിനകത്ത് ട്രെയിന്,
ട്യൂബിനകത്ത് ട്രെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പോൾ അബുദാബി ദുബൈയിൽ ഒരു വെർജിൻ അറ്റ്ലാന്റിക് എന്ന് പറഞ്ഞ കമ്പനി ഡെവലപ്പ് ചെയ്യുക. ദുബൈ അബുദാബി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഞാനൊക്കെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ 2 മണിക്കൂർ എടുക്കും, അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് ഡ്രൈവ് ചെയ്യണം. പക്ഷേ ഹൈപ്പർ ലൂപ്പ് കൂടെ പോയി കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ടെത്തും. IIT മദ്രാസ് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മദ്രാസിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകാൻ ഹൈപ്പർ ലൂപ്പ് സാധാരണ രീതിയിൽ 10-11 മണിക്കൂർ എടുക്കുന്നത് അരമണിക്കൂറും കൊണ്ടെത്താം. സ്പീഡ് ഈസ് നൗ ദ ബിസിനസ്. സ്പീഡ് ഈസ് മണി. സ്പീഡ് ഈസ് ബിസിനസ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നാളത്തെ ലോകം നിങ്ങൾ ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് നിങ്ങൾ എന്താ പറയുന്നത് ഒരു ആപ്പിൾ വേണം നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ ലൂപ്പ് ഒരു അരമണിക്കൂറിനുള്ളിൽ കാശ്മീരിലെത്തുന്നു, ഫാമിൽ ചെല്ലുന്നു, ആപ്പിൾ പറിക്കുന്നു, നിങ്ങൾ പോകുന്നു. ദാറ്റ്സ് എ ടെക്നോളജി വിത്ത് ദ ലോജിസ്റ്റിക്സ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. അപ്പം ഇങ്ങനെയുള്ള ടെക്നോളജി എംബഡഡ് ആയിട്ടുള്ള ടെക്നോളജി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ അതിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ വി വിൽ ബി ഔട്ട്ഡേറ്റഡ്. സ്മാർട്ട് റോഡ്സ് ആർ കമ്മിങ് തിങ്സ്. അതുപോലെ ഡ്രൈവർലെസ് കാറുണ്ട്, ഓൾറെഡി ഉണ്ട്. ഡ്രോണുകൾ കൺട്രോൾ ചെയ്യുന്നു. ഒരു പക്ഷേ ഇനി വരാൻ പോകുന്ന ലോകം ഇങ്ങനെയൊക്കെ ആകാൻ സാധ്യതയുണ്ട്. ഈലോൺ മസ്ക് ഈസ് ഡൂയിങ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ വായിക്കുന്നുണ്ട്, ദാറ്റ്സ് ഗ്രേറ്റ്. വേറെ ഈലോൺ മസ്കിൻ്റെ പറഞ്ഞുകൊണ്ട് ഈലോൺ മസ്കിൻ്റെ വേറൊരു പ്രൊജക്റ്റ് ഉണ്ട്, സ്റ്റാർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് റോക്കറ്റ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹം അനൗൺസ് ചെയ്തത് വിത്തിൻ ഹാഫ് ആൻ അവർ ഐ ക്യാൻ റീച്ച് ഫ്രം ന്യൂയോർക്ക് ടു ലണ്ടൻ, അല്ലെങ്കിൽ 40 മിനിറ്റ് കൊണ്ട് ഡൽഹിയിലേക്ക് എത്തും. ഒരുപക്ഷെ നാളത്തെ ലോകം വരുന്നത് ഇപ്പോഴുള്ള ജനറേഷൻസിൻ്റെ മക്കളൊക്കെ ഒരുപക്ഷെ രാവിലെ പുട്ടും കടലയൊക്കെ കഴിച്ചതിന് ശേഷം ഇത് സ്പേസ് എക്സിൽ നേരെ കയറുന്നു, അമേരിക്ക യൂണിവേഴ്സിറ്റി പോയി പഠിക്കുന്നു, അവിടെ വൈകിട്ട് വരെ ഇരുന്നു, ചായയൊക്കെ കുടിക്കുന്നു, അത് കഴിഞ്ഞ് തിരിച്ച് കൊച്ചിയിലെത്തുന്നു, അതിനുശേഷം വീട്ടിൽ ചെന്ന് കഞ്ഞിയും പയറും കുടിച്ച് കിടക്കുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഈ ടെക്നോളജിയുമായിട്ട് അഡാപ്റ്റ് ചെയ്തില്ലെങ്കിൽ, അല്ലേ, ലോജിസ്റ്റിക് സിസ്റ്റമായിട്ട് അഡാപ്റ്റ് ചെയ്തില്ലെങ്കിൽ വി വിൽ ബി ഔട്ട്ഡേറ്റഡ്. നമ്മൾ നോക്കുക, നമ്മൾ ടെക്നോളജിയുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ, ടെക്നോളജി എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ അല്ലെങ്കിൽ IoT അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ മാത്രമല്ല, പല രീതിയിൽ പുതിയ ടെക്നോളജിയെ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഫോണുകളിൽ നോക്കിയക്ക് എന്ത് പറ്റി? വൈ ദേ ഗോട്ട് ലോസ്റ്റ് ദ മാർക്കറ്റ്? ബിക്കോസ് ന്യൂ ഫോൺ കം, ദേ ഫെയിൽ ടു അപ്ഗ്രേഡ്. അതുപോലെ തന്നെയാണ് എന്താ പറയുക, അംബാസഡർ കാറിനും എത്തിയത്. അംബാസഡർ കാർ എല്ലാവരും പ്രതീക്ഷയോടിരുന്ന കാറുകളാണ്. അംബാസഡർ കാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രസ്റ്റീജിയസ് കാറായിരുന്നു. വാട്ട് ഹാപ്പൻ ടു അംബാസഡർ കാർ? ദേ ഫെയിൽ ടു അപ്ഗ്രേഡ്. പല കമ്പനികളുണ്ട്, ബ്ലാക്ക്ബെറി ഉണ്ട്, ധാരാളം കമ്പനികളുണ്ട്. എക്സാമ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ മാറുന്ന കാലത്ത് നമ്മൾ മാറിയില്ലെങ്കിൽ കാലം നമ്മളെ മാറ്റിയിടും. അപ്പോൾ അതുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രം. ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ട്രെയിനിങ് എടുക്കുന്നവർക്ക് ഇപ്പം ഇന്ത്യ ഗവൺമെൻറ് സ്കിൽ ഇന്ത്യയുടെ ഒരു ഭാഗമായിട്ട് LSSC എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്സ് സെക്ടർ സ്കെയിൽ ട്രെയിനിങ്, ചെന്നൈയാണ് എൻ്റെ ഓഫീസ്. ദേ ഹാവ് ലോട്ട് ഓഫ് കോഴ്സസ്. അത് LSQAയുമായിട്ട് അലൈൻഡ് ആയിട്ട് അവർ ഓരോ ലെവലുണ്ട്. ഫോർ എക്സാമ്പിൾ ലെവൽ 2 ആണെങ്കിൽ സൂപ്പർവൈസറി ലെവലിലാണ് ട്രെയിനിങ് കിട്ടുന്നത്. ലെവൽ 4 ആണെങ്കിൽ ഒരു ഡിഗ്രി ലെവലിലായിരിക്കും. ലെവൽ 6, 7 ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു PG ലെവലിലാണ് ട്രെയിനിങ് കിട്ടുന്നത്. ഇവർക്ക് എന്ന് പറയുന്നത്, ഇവർ കോഴ്സ് അനൗൺസ് ചെയ്യുമ്പോൾ കുറേ വേക്കൻസികൾ എന്ന് പറഞ്ഞ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ചാണ് അവർ കോഴ്സ് അനൗൺസ് ചെയ്യുന്നത്. കോഴ്സ് അനൗൺസ് ചെയ്ത് ട്രെയിനിങ് ചില എക്സ്പെൻസീവ് ആണ്, പക്ഷേ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്താ പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം. അത് വലിയ സാലറി ഒന്നുമില്ല, 7,000 ഓൺവേർഡ്സ് ആണ് സാലറി കിട്ടുന്നത്. ഒരു വർഷം നമുക്ക് ജോലി ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് ജോലി പഠിക്കുകയും ചെയ്യാം. പുതിയ ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമുക്ക് പോകാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവർ നടത്തുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ വെയർ ഹൗസുമായിട്ട് ബന്ധപ്പെട്ട്, ലാൻഡ് ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട്, കൊറിയറുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ പല കാര്യങ്ങൾ. ഇനി ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് എക്സിം എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് മാനേജ്മെൻറ്റ്. ഇന്ന് നമുക്കറിയാം
സെൻട്രൽ ഗവൺമെൻറ് പല ഫ്രീ ട്രേഡ് പോളിസി FTAs പല രാജ്യവുമായിട്ട് അവർ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാക്സിൻ്റെ എന്താ പറയുന്നത് ഒത്തിരി എന്താ പറയുന്നത് ടാക്സ് പലർത്തും സീറോ ടാക്സായിട്ട് മാറിയിട്ടുണ്ട്. പല ടാക്സുകളും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്റ്റുകൾ വിദേശത്തേക്ക് എത്തിക്കുവാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്, അല്ലേ? നിങ്ങളുടെ നാട്ടിൽ നിന്ന് പല രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ the window is open for you. You can go and trade your ideas, your businesses on this. ഇനി ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് സമയം വെക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ്റെ ബേസ് ആയിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലാൻഡ് ആണെങ്കിൽ നമുക്കറിയാം റോഡുണ്ട്, റെയിലുണ്ട്, പൈപ്പ് ലൈൻ ഉണ്ട്. അപ്പോൾ റോഡെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ റോഡിൽ കൂടെ ഓടുന്നത് എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. റെയിൽ അറിയാം. പൈപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ ഗ്യാസ് ആകാം, വാട്ടർ ആകാം, അല്ലേ, ലിക്വിഡ് ആകാം. ഇപ്പം വാട്ടർ ആണെങ്കിൽ നമുക്കറിയാം. ഇൻലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ നദികൾ, പുഴകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓവർസീസ് എന്ന് പറയുന്നത് നമുക്ക് ഓഷ്യൻ, ഒന്ന് കോസ്റ്റിലും ഉണ്ട്, ഓവർസീസും ഉണ്ട്. എയർ ഡൊമസ്റ്റിക് ഉണ്ട്, ഇൻ്റർനാഷണൽ ഉണ്ട്, മിലിറ്ററി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ റോഡുകൾ ഇതുണ്ട്. നാഷണൽ ഹൈവേ ഉണ്ട്, സ്റ്റേറ്റ് ഹൈവേ ഉണ്ട്, ഇത് വില്ലേജ് റോഡുകൾ, പഞ്ചായത്ത് റോഡുകൾ, ഡിസ്ട്രിക്ട് റോഡുകൾ. ഇനി പബ്ലിക് റോഡും പ്രൈവറ്റ് റോഡുമായിട്ട് വേണമെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യാം. ഇനി നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കളറുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു, സബ്മറൈൻസേസ്. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം നാഷണൽ ഹൈവേ ആണോ സ്റ്റേറ്റ് ഹൈവേ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, നമ്മൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ലോജിസ്റ്റിക്സ് പഠിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ കൃത്യമായിട്ടത് മനസ്സിലാകുമെന്നുള്ളതാണ്. ഇനി ബ്രിഡ്ജുകളുടെയൊക്കെ ഡിസൈന് നമ്മൾ വിചാരിക്കും വളരെ മനോഹരമായ ഡിസൈൻസ്. എന്തുകൊണ്ടായിരിക്കും പല ബ്രിഡ്ജുകളും പല രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്? എനിക്കറിയാം എഞ്ചിനീയറിംഗുകാർക്കേ അത് പറയാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്, നമ്മൾ അവിടുത്തെ മണ്ണിൻ്റെ സ്ട്രെങ്ത് കാരണവും വിൻഡിൻ്റെ, അതായത് കാറ്റടിക്കുമ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പം ഈ റോഡ് പണിയുന്നവരും പാലം പണിയുന്നവരും ചുമ്മാതങ്ങ് പണിയല്ല എന്നുള്ളത് യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അപ്പം ലോജിസ്റ്റിക്സിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. പല ഷേപ്പിലുള്ള ഉണ്ട്. അത് ഇറ്റ്സ് ഫിറ്റ് വിത്ത് ദ സോയിൽ ആൻഡ് ദ വെതർ കണ്ടീഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പ്ലേസ്. പിന്നെ ഇപ്പോൾ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിയുടെ ആണെങ്കിൽ സാഗർമാല എന്ന് പറഞ്ഞ പ്രോജക്റ്റും, അതുപോലെ ബൈ റോഡാണെങ്കിൽ ഭാരത് മാല പരിയോഗിത എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റുമാണ് നടക്കുന്നത്. ഈ പ്രൊജക്റ്റിലൂടെ നമുക്കറിയാം വിഴിഞ്ഞം പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കി. വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ള ഡീപ്പ്, അതായത് 20 മീറ്ററിൽ കൂടുതൽ ആഴമുള്ള ഒരു എന്താ പറയുന്നത് പോർട്ടാണ്. അപ്പോൾ ഇവിടെ ആണ് പണ്ടെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഈ മെയിൻ വെസൽസ് എന്ന് പറയുന്നത്, അതായത് MSC മേഴ്സ് ലൈൻ ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഒന്നിയിൽ അവർ ശ്രീലങ്കയിൽ പോകും, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ദുബൈയിലോ ഒമാനിലോ അവർ ഓഫ്ലോഡ് ചെയ്ത് അതിനുശേഷം ചെറിയ വെസലിലായിരുന്നു നമ്മൾ അവിടോട്ട് എത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് എന്താ പറയുന്നത് ഈ വിഴിഞ്ഞം പോർട്ട് വന്നതോടെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വൺ ഓഫ് ദ ഐ തിങ്ക് എനിക്കതിൻ്റെ സെക്കൻഡ് പ്ലേസ് ആയി ട്രാൻസ്ഷിപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇനിയുള്ള ഇന്ത്യയുടെ കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ വിഴിഞ്ഞം ടു അതർ പ്ലേസസ് ബൈ എന്താ പറയുന്നത് കോസ്റ്റൽ ഷിപ്പിംഗ് ആകാം, ട്രാൻസ്പോർട്ടേഷൻ ആകാം. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല വിഴിഞ്ഞത്തിൽ നിന്ന് നിയർ ബൈറ്റായിട്ടുള്ള മറ്റ് രാജ്യങ്ങളിലേക്കും എന്ന് പറയുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ്റെ വലിയൊരു എന്താ പറയുന്നത് ഇമ്പോർട്ടൻസ് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ഈ പുതിയ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവഴി ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഈ ഓൺട്രപ്രനിയൽ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന മാത്രമല്ല, ഓൺട്രപ്രനർഷിപ്പ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടറിൻ്റെ അടുത്ത് പുതിയ സൊല്യൂഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് പലപ്പോഴും ഇത് നമ്മുടെ പാലങ്ങളൊക്കെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാകുന്നത്? പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ഒരുപക്ഷെ ഇല്ലാകാം, അല്ലെ പിന്നെ നാച്ചുറൽ കലാമിറ്റി ആകാം, പല റീസൺസ് ഉണ്ടായേക്കാം. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് എവിടെയൊക്കെ
ഈ എന്താ പറയുന്നത് ഷിപ്പൻസ് ചെയ്യാൻ സാധിക്കും. ഷിപ്പൻസ് എന്ന് പറയുന്നത് ബിസിനസ് ഓണ്ടർപ്രണറായിട്ട് എക്സ്പോർട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ഗുഡ് ഇനിഷ്യേറ്റീവ്. അപ്പം നമ്മൾ ചിന്തിക്കുന്നു അഫ്ഗാനിസ്ഥാൻ നമ്മുടെ നെയ്ബർ ആണോ എന്ന് ചോദിച്ചാൽ യെസ് ഇറ്റ് വാസ്. ഇപ്പോൾ അത് POKയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ബൈ സീ പോകണമെന്നോ ബൈ എയർ പോകണമെന്നോ നിർബന്ധമില്ല. ബംഗ്ലാദേശിൽ വേണമെന്നുണ്ടെങ്കിൽ ബൈ റോഡും അയക്കാം. ഭൂട്ടാൻ കണ്ട ഇത്രയും രാജ്യങ്ങൾക്ക് നിങ്ങൾക്ക് ബൈ റോഡ് അയക്കാം. പ്രൊവൈഡ് ദ പെർമിഷൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ പോകാം. അപ്പം ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിന് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ള വ്യക്തികൾക്ക് മാത്രമായിട്ട് ഞാൻ പറയാം. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ലോജിസ്റ്റിക്സ് എന്നോ സപ്ലൈ ചെയ്യുന്ന ഒരു വാക്കുണ്ടെങ്കിൽ പോലും ഇതിന് നമ്മൾ ഉപയോഗിച്ചിട്ടിരുന്നില്ല. പല ഭാഗങ്ങളാണ് പ്ലാനിങ്, പർച്ചേസിങ്, അല്ലേ, അങ്ങനെയുള്ള രീതി, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, വെയർ ഹൗസിങ്, സ്റ്റോറേജ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിനെ ഞങ്ങൾ മെറ്റീരിയൽ മാനേജ്മെൻ്റ് എന്നാണ് പഠിച്ചത്. എന്ന് പറഞ്ഞാൽ അതായത് ഈ റോ മെറ്റീരിയൽ തൊട്ട് ഈ വെയർ ഹൗസിൽ വരെ എത്തുന്ന ആ ഒരു പ്രോസസ്സ് വരെ മെറ്റീരിയൽ മാനേജ്മെൻ്റ് എന്നും, വെയർ ഹൗസിലുള്ള ആക്ടിവിറ്റീസിനെ വെയർ ഹൗസ് ആക്ടിവിറ്റീസ് എന്നും, ഇനിയും അതിനുശേഷം പ്രൊഡക്ഷൻ നടന്ന് അല്ലെങ്കിൽ നമ്മളൊരു ഷിപ്പൻറ്റ് കൊണ്ടുവന്ന് അതിനെ പാക്കറ്റൊക്കെ മാറ്റി നമ്മുടെ ലേബലിലാക്കി നമ്മൾ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിനെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 ലെവലിലാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം മനസ്സിലായി ദർ ഇസ് എ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ 3 ഓഫീസേഴ്സ്. അങ്ങനെ ഒറ്റ ഒരു കൊടക്കീഴിലാക്കിയതാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലോജിസ്റ്റിക്സ് കംസ് അണ്ടർ ട്രാൻസ്പോർട്ടേഷൻ, ഡോക്യുമെൻറ്റേഷൻ ആൻഡ് കോർഡിനേഷൻ. പക്ഷേ പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഇൻഫർമേഷൻസോ സെയിൽസോ ഫിനാൻസോ വാസ് നോട്ട് ദെയർ. അപ്പോൾ അതിനുശേഷമാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ സപ്ലൈ ചെയിൻ പഠിച്ചത് എന്താ? പ്ലാനിങ് തൊട്ട് റോ മെറ്റീരിയൽ തൊട്ട് ഇതുണ്ടോ ഈ കൺസപ്ഷൻ വരെയുള്ള കംപ്ലീറ്റ് പ്രോസസ്സ് സപ്ലൈ ചെയിനാണ്. ഇവിടെ എന്താ ഫാർമർ, ഇവിടെ എന്താ പറയുന്നത് സപ്ലയർ, ഇവിടെ മാനുഫാക്ചറർ, ഇവിടെ ഡിസ്ട്രിബ്യൂട്ടർ, ഇവിടെ റീറ്റെയിലർ, ഇവിടെ കസ്റ്റമർ, ഇവിടെ കൺസ്യൂമർ ഉണ്ടോ. അപ്പോൾ ഇതെല്ലാം ഒരു കംപ്ലീറ്റ് ഒരു ചെയിനാണെന്ന് മനസ്സിലാക്കി അത് സപ്ലൈ ചെയിൻ എന്ന് പറയാം. അപ്പോൾ എയർ ആയിക്കോട്ടെ, സീ ആയിക്കോട്ടെ, ലാൻഡ് ആയിക്കോട്ടെ, ഇത് സപ്ലൈ ചെയിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. അപ്പോൾ ഈ സപ്ലൈ ചെയിൻ പ്രൊഫഷണൽസിന് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എൻ എംപ്ലോയ്മെൻറ്റ് നല്ലൊരു സാലറി പാക്കേജ് ഉള്ളതാണ്. അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ചുമ്മാതിരിക്കുന്നതല്ല, ഇതെല്ലാം മാനേജ് ചെയ്യുന്ന, ഇത് നോക്കുന്നതല്ല, പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. ലോജിസ്റ്റിക് പേഴ്സൺ ഷുഡ് ബി എ പ്രോബ്ലം സോൾവർ, അല്ലേ? KSRTCയിൽ വർക്ക് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ 100,000 പ്രശ്നങ്ങൾ 100,000 സൊല്യൂഷൻസ് അവർ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം എന്തെല്ലാം പ്രശ്നങ്ങളാണ് പോകുന്നത്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അറിയാം അവർക്ക് ചില പ്രോബ്ലംസ് അവർക്ക് പ്രോബ്ലമേ അല്ല. കാരണം ദേ ആർ യൂസ് ടു ഇറ്റ്, അല്ലേ? പ്രശ്നങ്ങൾ വരുമ്പോൾ സൊല്യൂഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചോളം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്ന ലോജിസ്റ്റിക്സ്. ഞാൻ പെട്ടെന്ന് നിർത്താൻ ആഗ്രഹിക്കുന്നു, കാരണം നമുക്ക് ഏകദേശം ഒരു സമയം കുറവായതുകൊണ്ട്. ഈ സപ്ലയർ തൊട്ട് ഉണ്ടോ ബയറും സെല്ലറും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിലാണ് ഒരു ട്രേഡ് ബിസിനസ് നടക്കുന്നത്. ഒരു ബിസിനസ് നടക്കുന്ന എപ്പോഴാണ്? ഒരാൾ വിൽക്കാനും ഒരാൾ വാങ്ങാനും വരുന്നത്. ഈ വിൽക്കാനും വാങ്ങാനും വരുന്ന ആളുകൾ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ചെയ്യും. ആ എഗ്രിമെൻറ്റിന് ഒരു പേയ്മെൻറ്റ് ടേംസ് ഉണ്ടായിരിക്കും. ആ പേയ്മെൻറ്റ് ടേംസിൽ നമ്മൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നോ അഡ്വാൻസ് പേയ്മെൻറ്റോ പല പേരുകൾ ഓർക്കും. അതിനുശേഷം അവർ തീരുമാനിക്കും എൻ്റെ കയ്യിലിരിക്കുന്ന ഗുഡ്സ് നിൻ്റെ കയ്യിൽ എങ്ങനെ എത്തിക്കും, ഇല്ലേ? അതിൻ്റെ പേരാണ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് അല്ലെ സപ്ലൈ ചെയിൻ. അതാണ് നമ്മൾ പഠിച്ചത്. ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തു, ആ സാധനം എൻ്റെ കയ്യിലേക്ക് വരണം, ഇതല്ലേ? ആമസോണിൽ നിങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്തു, നിങ്ങൾ ഇതയ്ക്കുന്നു. അപ്പോൾ വിൽക്കാൻ ഒരാളുണ്ട്, അത് കൊണ്ടുപോകാൻ ഒരാളുണ്ട്, അത് ഷിപ്പ് ചെയ്യാൻ ആളുണ്ട്. എയർ ആകാം, സീ ആകാം, ലാൻഡ് ആകാം. അത് കസ്റ്റംസിൽ ഡ്യൂട്ടി അടയ്ക്കേണ്ടതുണ്ടായിരിക്കാം. നമ്മൾ ചെറിയ പാഴ്സലാണ് പറയുന്നത്. പക്ഷേ വലിയ രീതിയിൽ പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുന്നത് നമുക്ക് ഗുഡ്സ് ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഈ വലിയ വലിയ കണ്ടെയ്നറിലാണ് ഷിപ്മെൻ്റൊക്കെ മൂവ് ചെയ്യുന്നത്. കണ്ടെയ്നറൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എത്ര പേര് കണ്ടെയ്നർ കണ്ടിട്ടുണ്ട്?
കുറച്ച് നമ്മൾ ഫോട്ടോസ് കാണാം. ഇപ്പോൾ എയറുമായിട്ട് പോകുന്നവരാണെങ്കിൽ, എയർ ഫ്രൈറ്റ് ഒക്കെ പോകുന്നവരാണെങ്കിൽ, യെസ്, കണ്ടെയ്നർ കണ്ടിട്ടുണ്ട്. നമ്മൾ റോഡിൽ കൂടെ കണ്ടിട്ടുണ്ട്. കണ്ടോ, ദിസ് ഇസ് ഹൗ ദ കാർഗോ ഈസ് ഗെറ്റിംഗ് ലോഡഡ് ഇൻ ദ എയർ ഫ്രൈറ്റ്. കണ്ടോ, ബാക്കിൽ കൂടെയും ഉണ്ട്, കണ്ടോ, ഫ്രണ്ടിൽ കൂടെയും ലോഡ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇതാണ് സാധാരണ എയർ ഫ്രൈറ്റിനകത്ത് കാർഗോ ലോഡ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി പറയാം. ഇനി നമ്മുടെ ഒരു പോർട്ടിൻ്റെ ഒരു എന്താ പറയുന്നത്, ബേർഡ് ഐ വ്യൂ ആണ്. ഇത് കണ്ടെയ്നർ യാർഡ് എന്നാണ് ഇത് പറയുന്നത്, കണ്ടെയ്നർ യാർഡ്. ഇനി നമുക്ക് ഡീപ്പ് വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ പോർട്ടുകളിനെയാണ് പറയുന്നത്. ഈ പോർട്ടിൽ നിന്ന് ഈ ഷിപ്പ് വന്ന് പോർട്ടിലേക്ക് ഈ കണ്ടെയ്നർ ഇടും. ഇതിന് CFS എന്ന് പറയും. ഇതാണ് CFS, കണ്ടെയ്നർ കിടക്കുന്ന സ്ഥലം. എന്നാൽ കോട്ടയം പോലുള്ള സ്ഥലം, ബാംഗ്ലൂർ പോലുള്ള സ്ഥലം, അവിടെയും പോർട്ടുണ്ട്. ആ പോർട്ടിൻ്റെ പേരാണ് ഇൻലാൻഡ് കണ്ടെയ്നർ ടെർമിനൽ. അവർക്ക് സീ പോർട്ടില്ല. അപ്പോൾ കൊച്ചി വരുന്ന സാധനങ്ങളെ, കൊച്ചിയിൽ വരുന്ന കണ്ടെയ്നറിനെ കോട്ടയത്തുള്ള ഒരു ബിസിനസ്സുകാരൻ കൊച്ചി പോയി ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല, കോട്ടയത്തെ പോർട്ടിൽ വരും. അതിനാണ് ഇൻലാൻഡ് കണ്ടെയ്നർ ടെർമിനൽ. പിന്നെ പല രീതിയിലുള്ള വെസൽസ് ഉണ്ട്. പർപ്പസായിട്ട് ബൾക്ക് ആയിട്ടുള്ള ഷിപ്മെൻറ്റ്സ്, കണ്ടെയ്നർ കൊണ്ടുവന്നത്, ഫിഷിംഗ് ബോട്ട്സ്, ഈ കാറുകൾ കൊണ്ടുവന്നത്, റോൾ ആൻഡ് റോൾ ഓഫ്, പിന്നെ ബാർജുകൾ. ഞാൻ പറഞ്ഞ പോലെ ഈ വലിയ ഷിപ്പിനെ നമ്മൾ മദർ വെസൽ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ മദർ വെസലാണ് ഇപ്പോൾ എവിടെ വരുന്നത്, വിഴിഞ്ഞത്തിൽ വരുന്നത്. വിഴിഞ്ഞത്തിൽ നിന്ന് ഓഫ് ലോഡ് ചെയ്തതിന് ശേഷം ബോംബെയിലേക്ക്, ഈ ബോംബെയിലുള്ള ആൾക്കാർക്ക് ഷിപ്മെൻറ്റ് വേണമല്ലോ. അപ്പോൾ ആ ചെറിയ ഷിപ്പിൽ പോകുന്നതാണ് ഫീഡർ വെസൽ, ചെറിയ വെസൽസിൽ പോകുന്നത്. ഇതാണ് ഒരു കണ്ടെയ്നർ. ഇത് 40 ഫീറ്റ് കണ്ടെയ്നറാണ്, 40 അടിയാണ്. 20 ഫീറ്റ് കണ്ടെയ്നർ ഓൺസ്, 40 ഫീറ്റ് കണ്ടെയ്നേഴ്സ്. നിങ്ങൾക്ക് കണ്ടെയ്നർ ഇങ്ങനെയാണ് ഇരിക്കുന്ന ഷേപ്പ് കാണാം. ഇത് ക്ലാരിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാണാമല്ലോ. ഇത് മേഴ്സ് ലൈൻ്റെ കണ്ടെയ്നറാണ്. കണ്ടെയ്നറിൻ്റെ ഷേപ്പ് ഇങ്ങനെയൊക്കെയാണ് കണ്ടെയ്നർ ഇരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നറിനകത്താണ് ഈ നമ്മൾ സാധനങ്ങൾ ഫില്ല് ചെയ്യുന്നത്. കണ്ടോ, കണ്ടെയ്നറിൻ്റെ ഇവിടെ എന്താ പറയുന്നത്, ആരാണ് ഈ കണ്ടെയ്നറിൻ്റെ ഓണർ എന്നുള്ള രീതിയിൽ, എത്രമാത്രം ലോഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ, ഈ പോർട്ടുമായിട്ടുള്ള കണക്ഷൻസ്. ബേപ്പൂർ, യെസ്, ബേപ്പൂർ എന്ന് പറയുന്നതൊക്കെ ഈ മൈനർ പോർട്ട്സിൽ വരുന്നതാണ്. മേജർ പോർട്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ്. നമ്മളെ സംബന്ധിച്ചോളം ഈ ഇപ്പം കൊച്ചി പോർട്ടാണ് ഉള്ളത്, വല്ലാർപാടം. പിന്നുള്ള പോർട്ടുകൾ ഇപ്പോൾ കൊല്ലത്തുണ്ട്, മറ്റേതുള്ള മൈനർ പോർട്ടുകളാണുള്ളത്. അവിടെയും കണ്ടെയ്നർ മൂവ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ കണ്ടെയ്നർ പല രീതിയിലുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഡ്രൈ കണ്ടെയ്നർ, റീഫർ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ പെരിഷബിളായിട്ട് ഉള്ളത്, മീറ്റ്, ഐസ്ക്രീംസ്, പല രീതിയിൽ പല ടെമ്പറേച്ചർ, ടാങ്ക്, ഫ്ലാറ്റ് ട്രാക്ക്, ഓപ്പൺ കണ്ടെയ്നർ, മെഷീൻസൊക്കെ ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്. അങ്ങനെ പല രീതിയിൽ കണ്ടെയ്നർ. ഇനി കണ്ടെയ്നർ സൈസ്, ഈ കണ്ടെയ്നർ സൈസ് നമ്മൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു കണ്ടെയ്നറിനകത്ത് എത്ര കാർഗോ നമുക്ക് ലോഡ് ചെയ്യാൻ സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് നമ്മൾ കണ്ടെയ്നറിൻ്റെ സ്പെസിഫിക്കേഷൻ ഉള്ളതായിരിക്കും. ഇനി നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ പുതിയ വലിയൊരു ഓപ്പർച്യൂണിറ്റി, ഒരു ഓണ്ടർപ്രണർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ, ഇന്ന് ബ്ലിങ്കിറ്റ് പോലുള്ള എന്താ പറയുന്നത് കമ്പനികൾ. കാരണം നമ്മൾ ബ്ലിങ്കിറ്റിൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അവർ പറയുന്നത് വിത്തിൻ 10 minutes ഓർ 15 minutes ദേ ക്യാൻ ഡെലിവർ ഇറ്റ്. അവർ എറണാകുളത്തുനിന്ന് കൊണ്ട് ഡെലിവറി ചെയ്യുമോ? ലോക്കലി ദേ നീഡ് എ വെയർ ഹൗസ് വേണമെന്നുണ്ടെങ്കിൽ വെയർ ഹൗസ് മാനേജർ വേണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്പേസ് ഉണ്ടെങ്കിൽ യു ക്യാൻ റെൻ്റ് ഔട്ട് ടു ലീസ് ഔട്ട് ടു ദീസ് പീപ്പിൾസ്. കാരണം അവരുടെ സാധനങ്ങൾ വിൽക്കണം. അപ്പോൾ ഈ ബ്ലിങ്കിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ ധാരാളം കമ്പനി, ദേ നീഡ് എ പ്ലേസ് ടു സ്റ്റോക്ക്. അപ്പോൾ അതൊരു ബിസിനസ് മോഡലാണ്. അപ്പം പല രീതിയിലുള്ള വെയർ ഹൗസസ് ഉണ്ട്, പബ്ലിക് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, കോൺട്രാക്റ്റിൽ നമുക്ക് എടുക്കാം. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള, ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ വെയർ ഹൗസ് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിരുന്നു. ഇത് ക്ലൈമറ്റ് കൺട്രോൾഡ് ആണ്. ഈ റീഫർ കണ്ടെയ്നേഴ്സ്, പെരിഷബിൾ ആയിട്ടുള്ള. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ, നമ്മളിപ്പം ഈ നെസ്ലയുടെ അല്ലെങ്കിൽ പ്രോക്ടർ ആൻഡ് ഗാംബൽ, ഹിന്ദുസ്ഥാൻ ലിവർ, ഇവരുടെയൊക്കെ ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷനായിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ മാനുവലായിട്ടും ഫോക്ക് ലിഫ്റ്റുമായിട്ടൊക്കെ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സാധനങ്ങളെടുത്ത്, ഇന്ന് ആരാ എടുക്കുന്നത്? ഓട്ടോമേറ്റഡ് ഉണ്ട്, ഇന്ന് റോബോട്ട് അല്ലെങ്കിൽ ഡ്രോണിൻ്റെ സഹായത്തോടെ എടുക്കുന്നുണ്ട്. പിന്നുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, GST പാൻ എടുക്കാം, ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നിങ്ങൾക്ക് DGFTന്ന് എടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് കമ്മോഡിറ്റി ബോർഡ്സ് ഉണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തക്കവണ്ണം
എക്സ്പോർട്ട് പ്രൊമോഷണൽ കൗൺസിലുണ്ട്, അതുപോലെ കമ്മോഡിറ്റി ബോർഡ്സ് ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊയർ ബോർഡ്, റബ്ബർ ബോർഡ് ഒക്കെയുള്ള പല കമ്മോഡിറ്റി ബോർഡ്സ് ഉണ്ട്. നിങ്ങളുടെ ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഷിപ്പിങ്ങിൻ്റെയും ലോജിസ്റ്റിക്സിൻ്റെയും ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. അപ്പം ഇതിൽ മാർക്കറ്റ് റിസർച്ച് ഒക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് ബോർഡുകളുടെ പേരാണ് പറഞ്ഞത്. അഗ്രികൾച്ചറുമായിട്ട് അപ്പേഡ ഉണ്ട്, അപ്പാരലുമായിട്ട് ഉള്ള അപ്പാരൽ പ്രൊമോഷൻ, എഞ്ചിനീയറിങ്ങുമായിട്ട് ജെം ആൻഡ് ജുവലറി, ലെതറിൻ്റെ എക്സ്പോർട്ട്, ഇതിനെല്ലാം ഒരു കമ്മോഡിറ്റി ബോർഡുകളുണ്ട്. അതുകൊണ്ട് സ്പൈസസ് ബോർഡ്, ടീ ബോർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇമ്പോർട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം നമുക്ക് എക്സാമ്പിൾ നമുക്കറിയാം, ഒരു നല്ലൊരു പ്രൊഡക്റ്റ് അമേരിക്കയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ഇന്ത്യ വരത്തില്ലേ? അതുകൊണ്ടാണ് പത്രം വായിക്കണം, പുതിയ പുതിയ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ. സോ യു ക്യാൻ ഗെറ്റ് ദെയർ ഫ്രാഞ്ചൈസി കിട്ടാം, ജോയിൻറ്റ് വെഞ്ചറിന് നിങ്ങൾക്ക് നോക്കാം. ദാറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ഓൺടർപ്രണർഷിപ്പ്. ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുമ്പം ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക, കസ്റ്റമറിനെ ബെറ്ററായിട്ട് സെല്ല് ചെയ്യുക. അപ്പം നിങ്ങൾ യു കെയിലായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന യു കെയിൽ യു ക്യാൻ ഹാവ് എ ജോയിൻറ്റ് വെഞ്ചർ കഴിഞ്ഞ ശേഷം നിങ്ങൾ അവരുമായിട്ട് എഗ്രി ചെയ്തതിന് ശേഷം നിങ്ങളൊരു കമ്പനി വേണേൽ അവിടെ തുടങ്ങാം. അതെല്ലാം ഓപ്പർച്യൂണിറ്റീസ് സ്കെയിലപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന. അപ്പം ഇമ്പോർട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്ലയറിൻ്റെയും ബയറിനെയും കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഈ ഷിപ്മെൻറ്റ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈറ്റ് ഫോർവേഡേഴ്സിനെ വേണം. ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം ഷിപ്പിംഗ് ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്യുന്ന രീതി, ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ദോസ് ഹു റിയലി വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടു ലോജിസ്റ്റിക്സ് ഓർ എയർ ഓർ സീ, അപ്പോൾ ലാൻഡുണ്ട്, റെയിൽവേസിലൊക്കെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഡോക്യുമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ സീ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിൽ ഓഫ് ലേഡിങ്ങും എയർ ചെയ്ത എയർവേ ബില്ലുമാണ് ചെയ്യേണ്ടത്. മെസ്സേജ് ഇവിടെ നോക്കട്ടെ. തീർച്ചയായിട്ടും ജോലി കിട്ടാതിരിക്കാൻ യാതൊരു എന്താ പറയുന്നത്, കാരണം ധാരാളം ഓപ്പർച്യൂണിറ്റിയാണ് ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഉള്ളത്. അപ്പം നമുക്ക് 2-3 കേസ് സ്റ്റഡി പെട്ടെന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് പോകാം. എനിക്കറിയാം സമയം കഴിഞ്ഞു എന്നുള്ളത്. ഇവിടെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം 500 കിലോ വെജിറ്റബിൾസ് ഉണ്ട്. അദ്ദേഹത്തിന് മാർക്കറ്റ് ഇൻഫർമേഷൻ ഇല്ല, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളില്ല, ബയറുമില്ല. എന്ത് സംഭവിക്കും? നാച്ചുറലി വെജിറ്റബിൾ എന്താവും? സ്പോയിലായിത്തീരും. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫാർമറിനെ ബയറുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, അതും ഒരു ഓൺടർപ്രണർഷിപ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ പറയും ഇവന് ഏജൻ്റാണ്, ബ്രോക്കറാണ്, കണ്ടല്ലേ ആൾക്കാർ പറയുന്നത് വാക്കുകൾ. ഞാൻ വർക്ക് ചെയ്ത കമ്പനി 21 വർഷം വർക്ക് ചെയ്തത് ഞങ്ങൾ ഏജൻ്റ് ആൻഡ് ബ്രോക്കറായിരുന്നു. ക്ലിയർ ആകുന്നുണ്ടോ? ബ്രോക്കർ എന്ന് പറയുന്നത് ഈ US-ലൊക്കെ ബ്രോക്കർ എന്ന് പറയുന്ന വലിയ എന്താ പറയുന്നത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള എന്താ പറയുന്നത് ബ്രോക്കർ ആകാൻ വേണ്ടി ടെസ്റ്റ് എഴുതി പാസ്സായെങ്കിൽ മാത്രമേ ഓതറൈസ്ഡ് ആയിട്ടുള്ള ബ്രോക്കർ ആകാൻ പറ്റത്തുള്ളൂ. അത് പ്രോപ്പർട്ടി സെല്ല് ചെയ്യാനാണെങ്കിലും ബിസിനസ് ചെയ്യാനാണെങ്കിലും. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ ദിസ് ഇസ് എ ബിഗ് പ്രിവിലേജ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊരു കൺസൾട്ടൻ്റ് ആണെങ്കിൽ നിങ്ങളൊരു ഫാർമറിനെ എന്ത് പറയുന്നത് ഒരു ബയറിനേക്ക് എത്തിക്കേണ്ട ഒരു ഏജൻ്റായിട്ട് മീഡിയേറ്ററായിട്ട് നിങ്ങൾ മാറുക എന്നുള്ളതാണ്. ഇനി ഫിഷർമാൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണ് എന്ന് പറഞ്ഞാൽ, മീൻ പിടിക്കുക അവർ കൊണ്ടുവന്ന് ലാൻഡിൽ കൊണ്ടുതരും, ഓപ്ഷന് പോകും, കോൾഡ് സ്റ്റോറേജിൽ പോകണം. കോൾഡ് സ്റ്റോറേജിൽ പോയി കറക്റ്റായിട്ട് ട്രാൻസ്പോർട്ടേഷൻ എടുത്ത് മാർക്കറ്റിൽ വന്നില്ലേ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ഏതെങ്കിലും രീതിയിൽ പ്രശ്നമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്വാളിറ്റി പോകും, സ്പോയിലാകും, പ്രൈസ് കുറയും, കസ്റ്റമർ ഹാപ്പിയാണോ? അല്ല. അപ്പോൾ ഒരു ഫിഷർമാനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ മീന് പ്രോപ്പറായിട്ട് എത്തുക. അതുകൊണ്ടാണ് നമ്മുടെ ഫ്രഷ് ടു ഹോംസിലെ മാത്യു സാറ് അദ്ദേഹത്തിൻ്റെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിൻ്റെ ഒരുപക്ഷെ എനിക്കൊന്ന് YIP-ലോ അല്ലെങ്കിൽ KDISC-ഒക്കെ നടത്തിയ പ്രോഗ്രാമിൽ മാത്യു സാറൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേട്ട് കാണുമെന്നുള്ളത് കൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്ന അദ്ദേഹം കടന്നുപോയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വി ഫീൽ ദാറ്റ് യെസ് ഹി ബോട്ട് എ സൊല്യൂഷൻസ്. പ്രോബ്ലംസ് എല്ലായിടത്തും ഉണ്ട്, അത് സോൾവ് ചെയ്യാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ അതുകൊണ്ടാണ് ഇന്ന് 7000 കോടി ടേൺ ഓവറുള്ള ഒരു കമ്പനിയായിട്ട് ഫ്രഷ് ടു ഹോംസ് മാറിയത്. ഇപ്പോൾ ഇവിടെ ഒരു
ഡെലിവറി ആടെ പ്രശ്നമാണ്. നമ്മൾ പറയുന്നു എൻ്റെ വീട് പള്ളിയുടെ അടുത്താണ്, അല്ലെങ്കിൽ ഇന്നടത്താണ്, അമ്പലത്തിൻ്റെ അടുത്താണ്, ബേക്കറി കഴിഞ്ഞ് ഇടത്തോട്ട് മാറണം, വലത്തോട്ട് മാറണം. ഇവിടെ ഇൻകംപ്ലീറ്റ് അഡ്രസ്സാണ്, നാരോ റോഡ്സ് ആണ്. ഇത് നമുക്ക് ഓൾറെഡി എന്താ പറയുന്നത് ഏകദേശം നമുക്ക് ഗൂഗിൾ മാപ്പിൽ വഴി കിട്ടും. പക്ഷേ മലയാളീകരിച്ചുള്ളതുണ്ടോ? കൃത്യമായിട്ടുണ്ടോ? മലയാളീകരിച്ചുണ്ടോ? വി നീഡ് ടു തിങ്ക് അബൌട്ട് ദാറ്റ്. മലയാളീകരിച്ചുള്ള സോ ഉണ്ടെങ്കിൽ സർ ബിറ്റ് ഷോർട്ട് ഓഫ് ടൈം, ഹൗ മച്ച് ടൈം? യാ ഓക്കെ, ഷുവർ. ഞാൻ ആക്ച്വലി എനിക്ക് തന്ന സമയത്തിന് കൂടുതൽ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് തന്നെ നിർത്താം. ഇനി വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. ഇനിയും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഒരു ഫോർമുല. കാരണം YIP തന്ന ഒരു ഫോർമുല അല്ല ഞാനിവിടെ കൊടുത്തത്. സേവ് ഫോർമുല എന്ന് പറഞ്ഞ് ഞാൻ ഒരു പുതിയതായിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓൾറെഡി കേട്ടിട്ടുള്ളവരാണെങ്കിൽ നോ പ്രോബ്ലം. വാട്ട് സൊല്യൂഷൻസ്, എന്ത് പ്രോബ്ലമാണ് നിങ്ങൾ സൊല്യൂഷൻ ചെയ്യുന്നത്? സേവ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഫോർമുല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെ നിങ്ങൾക്ക് ഈ കസ്റ്റമർക്കും ബയറും തമ്മിൽ ആക്സസ് ചെയ്യാൻ പറ്റണം. മൂന്നാമത്തെ, നിങ്ങൾ ചെയ്യുന്നതിന് വാല്യൂ ഉണ്ടോ? കൃത്യമായ രീതിയിൽ ബയറിനെ സെല്ലറിനെ നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിക്കുമോ? അതാണ് സേവ് മോഡൽ എന്ന് പറയുന്നത്. കർഷകനവർക്ക് അതാണ് ഒരു ട്രെയിനർ. YIP ഇപ്പോൾ അഭിമാനപൂർവ്വം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്ന ഈ ഒരു കാര്യമാണ് അല്ലേ? നിങ്ങളെ പഠിപ്പിക്കുകയാണ് എങ്ങനെ നിങ്ങളൊരു ഓണ്ടർപ്രണർ ആകാൻ സാധിക്കും എന്നുള്ളത്. ഇന്ന് ഒരുപക്ഷെ ലോജിസ്റ്റിക്സിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലോജിസ്റ്റിക്സിൻ്റെ ഒരു ഓണ്ടർപ്രണറായിട്ട് നിങ്ങൾക്ക് മാറാം. ഇന്ന് ടെക്നോളജി ഉപയോഗിക്കേണ്ട കാര്യങ്ങളുണ്ടോ? AI ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതല്ല, എങ്ങനെ ഉപയോഗിക്കണം. ഞാൻ AI പഠിച്ചത് എന്തിനാ? ലോജിസ്റ്റിക്സിൽ ഉപയോഗിക്കാനാണ്. അപ്പോൾ നിങ്ങൾ ചുമ്മാതെ AI ക്ലാസ് ഉണ്ട്, എന്നാൽ പിന്നെ AI പഠിക്കാം. എന്തോ AI പഠിക്കുന്നു? ക്ലിയർ ആകുന്നുണ്ടോ? ബി സ്പെസിഫിക്. അതായത് ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ സ്മാർട്ട് ഗോൾസ് പറയും. സ്മാർട്ട് ഗോൾസ് സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, പിന്നെ അതുപോലെ അച്ചീവബിൾ ആയിരിക്കണം, പിന്നെ റിയലിസ്റ്റിക് ആയിരിക്കണം, ടൈം ബൗണ്ടഡ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന് നിങ്ങളൊരു ടെക്നോളജി ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ട് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിരിക്കും AI ഉപയോഗിക്കുന്നത്. അല്ലാതെ ചുമ്മാ AI ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ചില പ്രോബ്ലംസ് ആണ് ഞാനിവിടെ എഴുതി വെച്ചേക്കുന്ന. അഗ്രികൾച്ചറുമായിട്ട് ഫാർമർ ടു കൺസ്യൂമർ പ്ലാറ്റ്ഫോം ഉണ്ട്, ഫുഡ് വേസ്റ്റ് റിഡക്ഷനുമായിട്ട് ബന്ധം ഫാം ഡിമാൻഡ് ഇൻഫർമേഷൻ ഉണ്ട്, ഫിഷറീസുമായിട്ട് ഫിഷ് ടെമ്പറേച്ചർ മോണിറ്റർ, അതുകൊണ്ട് ഫിഷ് ട്രേസ് ചെയ്യാം ടെക്നോളജി, പിന്നെ റൂറൽ ഡെലിവറി പൂളിംഗ്. എല്ലാവരും ഒന്നിച്ചു പോകണ്ട, ഒരു വണ്ടിയിൽ എല്ലാം സാധനങ്ങളോട് ഒന്നിച്ചു പോകാം. സ്മാർട്ട് റൂട്ട്സ്, കമ്മ്യൂണിറ്റി പാർസൽ, അങ്ങനെ എൻവിയോൺമെൻറ്റ്, പല രീതിയിലുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇനിയും കുറച്ച് ആക്ടിവിറ്റി, ഇതൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് എഴുതുകയാണെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്നെ ചോദിക്കുക. എന്താ? 5 മിനിറ്റ് എടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവാണ്. എന്താണ് പ്രോബ്ലം? ആരാണ് എഫക്റ്റ് ചെയ്തേക്കുന്നത്? എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എന്താണ് പരിഹാരം? സേവ് മോഡൽ നിങ്ങളൊന്ന് വർക്ക് ചെയ്തോ. ഐ എം ഷുവർ ദാറ്റ് യു വിൽ ഗെറ്റ് എൻ ആൻസർ. അങ്ങനെയാണെങ്കിൽ ഒരു 10 കാര്യങ്ങൾ പറയുന്നു. 1, പ്രോബ്ലത്തെ കാണുക, ക്വസ്റ്റ്യൻ ചോദിക്കുക, കസ്റ്റമറിനെ കേൾക്കുക, ഇതിൻ്റെ റൂട്ട് കോസ് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നറിയുക, സൊല്യൂഷൻ ഉണ്ടാക്കുക, അതിന് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക, ഏകദേശം ഒന്ന് ചുമ്മാ ഒരു ഡിസൈൻ ചെയ്യുക, അതിനുശേഷം അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക, അതിനുള്ള ഫീഡ്ബാക്ക് നമ്മൾ ചോദിച്ചു വാങ്ങുക, ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക, വീണ്ടും ടെസ്റ്റ് ചെയ്യുക. ഇതിലൊക്കെ YIP നിങ്ങളെ സഹായിക്കും. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. കാരണം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനൊരു സംവിധാനങ്ങളില്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് ആരും പറയാനില്ലായിരുന്നു. അപ്പോൾ യു ആർ സോ ലക്കി. കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വലിയ ഡ്രീമിലേക്ക്. അപ്പം ഇന്ന് തൊട്ട് ചില കാര്യങ്ങൾ കാണാനും പഠിക്കണം. ചോദിക്കുക, എന്തുകൊണ്ട് ഇവിടെ സംഭവിച്ചു? അത് മനസ്സിലാക്കുക, ശാന്തമായിട്ടിരുന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക, അത് ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ചിന്തിക്കുക. സോ യുവർ ജേർണി സ്റ്റാർട്ട്സ് ഹിയർ അല്ലേ? ബ്രേവ് ഹാർട്ട് ഓഫ് ഇന്ത്യൻ ഓണ്ടർപ്രണർഷിപ്പ് അല്ലേ? നാളെ
ഇന്ത്യയിൽ അറിയപ്പെടുന്ന വലിയ സംരംഭകരായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സമയം എനിക്കറിയാം ഒത്തിരി കടന്നുപോയി എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പെട്ടെന്ന് Q&Aയിലേക്ക് ഇറക്കുകയാണ്. എനിക്കറിയാം 8 മണിക്ക് നിർത്തേണ്ട കാര്യമായിരുന്നു. 8:20 നമ്മൾ പ്രവേശിച്ചു. ഇനിയും IIP-ക്കാർ എന്നെ വിളിക്കത്തില്ല മിക്കവാറും. ഓക്കെ, ഇങ്ങനെ സാരമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കരിയറുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സിൻ്റെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചോദിക്കാവുന്ന ഒരു സാധാരണ കോമൺ മാന് ചിന്തിക്കേണ്ട പ്രോബ്ലംസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതൊക്കെ അപ്പുറമായിട്ട് അല്ലേ, വാട്ട്സ് മേക്സ് യു ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഈ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെ നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. താങ്ക് യു. ആൻഡ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ പെട്ടെന്ന് എടുക്കാം. താങ്ക് യു സോ മച്ച്. ഇനി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞത്, നിങ്ങൾ ഈ ലോജിസ്റ്റിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ലോജിസ്റ്റിക്സിനെ പറ്റി ഉണ്ട് ഫ്രീ ആയിട്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ, അതുപോലെ എനിക്ക് തോന്നുന്നു ഈ KKEM-ൻ്റെ കോഴ്സറായും ലിങ്ക്ഡിൻ്റെ കുറേ കോഴ്സുകൾ തന്നിട്ടുണ്ട് ഫ്രീ ആയിട്ട്. ഒന്ന് ആലോചിച്ച്, ആ കോഴ്സിലൊക്കെ ലോജിസ്റ്റിക്സ്, ഞാനും അതിനകത്തൊരു മെൻറ്ററാണ്, എൻ്റെ നമ്പറും അതിനകത്തുണ്ട്. നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ കോഴ്സ് ഇത് കേൾക്കാം, എന്നിട്ട് ചിന്തിക്കണം ഞാനൊരു ലോജിസ്റ്റിക്സുകാരനാണോ വേണ്ടിയെന്നുള്ളത്. ഇത് കേൾക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാകുന്നത് ഇതെനിക്ക് ഫിറ്റ്. നമ്മളൊരു തുണിക്കടയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഷർട്ട് എടുത്ത് നമ്മൾ ഇട്ടു നോക്കത്തില്ലേ, ഫിറ്റാണോ, ഇത് കണ്ടാൽ എങ്ങനെ ഇരിക്കും, നമ്മൾ മിററിൽ നോക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ നമ്മൾ ചുമ്മാതെ ചാടിക്കയറി കോഴ്സ് ചേരുന്നതിന് മുമ്പ് ഈ കോഴ്സ് എന്താണ്, ഈ സബ്ജക്റ്റ് എന്താണ്, എനിക്ക് പറ്റുമോ എന്ന് ഫ്രീ ആയിട്ട്, ഇത് നിങ്ങളെ ഒന്ന് വെച്ചാൽ ഈ നമ്മുടെ KDISC-ഉം KKEM-ഉം YEP ഒക്കെ നിങ്ങൾക്ക് പല കോഴ്സുകൾ, എനിക്കൊന്ന് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പല എക്സ്പേർട്സ് വന്ന് പറയുന്നുണ്ട്. സോ യു ഹാവ് ടു ദെൻ യു ഡിസൈഡ്. പിന്നെ തീർച്ചയായിട്ടും എൻ്റെ നമ്പർ നിങ്ങൾക്ക് അവൈലബിളാണ്. YEP തന്നെ എൻ്റെ നമ്പറുകളുണ്ട്. യു ക്യാൻ കോൺടാക്ട് മീ. ആൻഡ് എക്സ്പേർട്സ് അവിടെ ഉണ്ട്, എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നെക്കാൾ നല്ല എക്സ്പേർട്സ് ഉണ്ട്. അവരോടൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാം. ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? എനിക്ക് തോന്നുന്നു കുറേ പേര് ക്വസ്റ്റ്യൻസ് ഇത് സെഷൻ്റെ ഇടയ്ക്ക് തന്നെ ചോദിച്ച് നമ്മുടെ മെസ്സേജിൽ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതെ ചോദിച്ചായിരുന്നു, ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെ, നമ്മൾ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. വേറെ ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഉണ്ടോ? ഞാനിപ്പോ അൺമ്യൂട്ട് ചെയ്യാം എല്ലാവരെയും. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആർക്കും ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കും സാറിൻ്റെ നമ്പർ ചോദിച്ചു. യു ഹാവ് ടു ആസ്ക് എനി ക്വസ്റ്റ്യൻ ഇപ്പോൾ തന്നെ യു ക്യാൻ ആസ്ക്. ഹലോ ചോദിച്ചോളൂ. ഹായ് സാർ, എനിക്കുള്ളൊരു ഡൗട്ടാണ്. അതായത് BCom പഠിക്കുന്ന സ്റ്റുഡൻസിന് കോമൺ ആയിട്ട് എപ്പോഴും വരുന്ന ഡൗട്ടാണ് ലോജിസ്റ്റിക്സിൽ എന്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ കുറച്ചധികം കോഴ്സുകൾ സാറ് പറഞ്ഞ പോലെ ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ആയിട്ട് ചെറിയ ചെറിയ കോഴ്സുകളുണ്ട്, ചിലതിന് ഭീമമായിട്ടുള്ള ഫീസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂ ആണ്. ഓക്കെ, അതാണ് സാറേ ഡൗട്ട്. ഓക്കെ, ആൻസർ ചെയ്തോട്ടെ. ഞാൻ നമ്പർ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. 9061915156 ആണ് കൊടുത്തത്. കരിയറുമായിട്ടോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഇനി BCom ആയിക്കോട്ടെ, BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളൊരു ലോജിസ്റ്റിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ലോജിസ്റ്റിക്സ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുവാൻ ഒന്ന് വെബിനാറുകളൊന്ന് അറ്റൻഡ് ചെയ്യുക, അത് മനസ്സിലാക്കുക, നമ്പർ 1. അല്ലെങ്കിൽ ഇതുപോലത്തെ യൂട്യൂബുകൾ കാണുക, ഒന്നത്. ഇനി ചെറിയ ക്രാഷ് കോഴ്സസ് ഉണ്ട്, ഈ 1500 രൂപയ്ക്ക് ഒക്കെ എനിക്ക് തോന്നുന്നു സ്വയം പ്ലാറ്റ്ഫോമിലൊക്കെ ഉണ്ട്. ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഓൾറെഡി ഗവൺമെൻറ് തരുന്നുണ്ട്, നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഫ്രീ ആയിട്ട് കുറേ കോഴ്സ് റൈലുണ്ട്. സ്വയം പ്ലാറ്റ്ഫോമിന് എനിക്കൊന്ന് 1500 ഒക്കെ
നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അതറിയാം. രണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ, പ്രത്യേകിച്ച് ചാറ്റ് GPT ആകാം, ജെമിനി ആകാം, നിങ്ങളുടെ മാർക്ക് ഇത് എന്താ പറയുന്നത്, അത് ഞാൻ ഇതിനകത്ത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഈ ലോജിസ്റ്റിക്സുമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെ കോഴ്സുകളുണ്ട്, ഏറ്റവും ഹയസ്റ്റ് പേയിങ് ജോബ്സ് ഏതാണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇന്ന് എൻ്റെ ഒരു ലിസ്റ്റ് ഓഫ് ജോബ്സ് സാലറി ഉണ്ട് ഹയസ്റ്റ്. ഞാൻ ലോജിസ്റ്റിക്സിന് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അവരെ കാണിക്കാറുണ്ട്. ഒന്ന്, ഗ്ലാസ് ഡോർ, നൗക്കരി, ഇങ്ങനെ കുറച്ച് വെബ്സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ MBA ലോജിസ്റ്റിക്സ് പഠിച്ചവർക്ക് ഏത് സാലറി കിട്ടുമെന്നുള്ള സ്ട്രക്ചറുണ്ട്. ഒന്നത്. ഇനി ലോജിസ്റ്റിക്സിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, താങ്കളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, BCom കഴിഞ്ഞവർക്ക് ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഏത് കോഴ്സ് എടുക്കാം എന്നുള്ളത്. BCom കഴിഞ്ഞവർക്ക് വേണമെന്നുണ്ടെങ്കിൽ MBA ലോജിസ്റ്റിക്സ് എടുക്കാം. നമ്പർ 1, MBA ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ എടുക്കാം. പിന്നെ MBA തന്നെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഗതി യൂണിവേഴ്സിറ്റി എന്നും പറഞ്ഞ് ഈ യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താ പറയുന്നത്, അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി, IMU, അതായത് ചെന്നൈയാണ്, കൊച്ചിയിലും അതിൻ്റെ ഓഫീസുണ്ട്. മാരിടൈമുമായിട്ട് ബന്ധപ്പെട്ടുള്ള, മാരിടൈം എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുന്നത്, ഓഷ്യൻ ആയിട്ടുള്ള ബന്ധത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്സ് അല്ല. യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറയുന്നുണ്ട് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് UGC അപ്രൂവ്ഡ് ആണെങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലം. അല്ലെങ്കിൽ ധാരാളം, ഇനിയിപ്പം നിങ്ങൾക്ക് ജോലിക്ക് കയറി ഇനി പ്രൈവറ്റായിട്ടാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ IGNOയിൽ നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ MG യൂണിവേഴ്സിറ്റി മാത്രമല്ല, പല യൂണിവേഴ്സിറ്റികൾ ഇപ്പം ഓൺലൈൻ MBA ചെയ്യുന്നുണ്ട്. ഇനി MBAക്ക് പോകണം താല്പര്യം ഇല്ലെങ്കിൽ PG ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ഇനിയും രണ്ടാമത് കാലം, ഇനി വിദേശത്താണ് പോകുന്നുണ്ടെങ്കിൽ ഈ ജർമ്മനിയിൽ, ഫ്രാൻസിൽ ഒക്കെ ഈ ലോജിസ്റ്റിക്സിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതിന് വേണേൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചില ഏജൻസികളൊക്കെ കൊണ്ടുവന്നു. ഞാനതൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം പലർക്കും എന്താ പറയുന്നത് അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ചില കമ്പനികളൊക്കെ അങ്ങനെയും ചെയ്യുന്നുണ്ട് ലോജിസ്റ്റിക്സുമാണ്. ഇനി ലോജിസ്റ്റിക്സിൽ എന്ത് ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോജിസ്റ്റിക്സിൽ നമ്മുടെ ഉൽപ്പാദനം തൊട്ട് നമ്മൾ എന്താ പറയുന്നത്, അത് കൺസ്യൂം ചെയ്യുന്ന വരെയുള്ളത് ലോജിസ്റ്റിക്സിൻ്റെ ഭാഗമാണ്. ഇതിലേത് ഭാഗത്തും നിങ്ങൾക്ക് ജോലി കിട്ടും. നിങ്ങൾക്ക് ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞാൽ പ്രൊക്യൂർമെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആരുടെ സപ്ലയർ മാനേജ്മെൻറ്റ്. ഇനി രണ്ടാമത്തെ ജോലി എന്ന് പറയുന്ന കസ്റ്റമർ സർവീസ് ആൻഡ് ഓപ്പറേഷൻസ്. മൂന്നാമത്തെ ജോലി എന്ന് പറയുന്ന ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, എവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഇതിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് പലയിടത്ത് ഡെലിവറി ചെയ്യുന്നത് എങ്ങനെ വേണം എന്നുള്ള രീതിയിൽ അതാണ് തീരുമാനിക്കുന്നത്. പിന്നെ മാനുഫാക്ചറിങ്, ഓപ്പറേഷൻ ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിലുണ്ട്. ഇനി ഫ്രൈറ്റ് ഫോർവേഡിങ് കമ്പനി നിങ്ങൾക്ക് ജോലി ചെയ്യാം. ഇപ്പം ഞാൻ കാണിച്ച മേഴ്സ്ക് ലൈൻ പോലുള്ള, ഇല്ലേ, മേഴ്സ്കിൻ്റെയാണ്. ഷിപ്പിംഗ് കമ്പനികളിൽ ജോയിൻ ചെയ്യാം, നല്ല സാലറിയാണ്. മേഴ്സ്ക് ലൈനൊക്കെ കോഴ്സ് നടത്താറുണ്ട്. ലോയിഡ്സ് എന്ന് പറയുന്ന കമ്പനി അതുപോലെ കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള MSCയുടെ പ്രോഗ്രാംസ് ഉണ്ട്. അതായത് ഷിപ്പിംഗ് കമ്പനികൾ, അതായത് വെസൽ ഓണേഴ്സാണ് ചെയ്യുന്നത്. ഇനി പോർട്ട് നടത്തുന്ന കോഴ്സുകളുണ്ട്. ചില പോർട്ടുകൾ കോഴ്സ് നടത്തുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി പ്ലേസ്മെൻറ്റ്സ് കിട്ടും. ഇതൊക്കെ നമ്മൾ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ്. ഇനി DHL യങ് ഗ്രാജുവേറ്റ്സ് പ്രോഗ്രാം ഉണ്ട്, DHL കമ്പനി. അതുപോലെ UPSലുണ്ട്. അപ്പം വെബ്സൈറ്റിൽ പോയി നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇൻറ്റേൺഷിപ്പിന് ജോയിൻ ചെയ്ത് ഇൻറ്റേൺഷിപ്പിൽ നമുക്ക് പെർഫോം ചെയ്യുകയാണെങ്കിൽ അവർ അബ്സോർവ് ചെയ്യും. DHL കമ്പനി നമുക്കറിയാമല്ലോ, കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം 1-2 വർഷത്തിനുള്ളിൽ നിങ്ങൾ ചിലപ്പം ദുബായിലോ അല്ലെങ്കിൽ സിംഗപ്പൂരിലോ, കാരണം ഇൻറ്റേർണലി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആവും. അപ്പോൾ അങ്ങനെയുള്ള, കാരണം എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാനും അങ്ങനെയാണ് ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്കും പല രാജ്യങ്ങളിൽ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടിയത് ലോജിസ്റ്റിക്സ് വർക്ക് ചെയ്തുകൊണ്ടാണ്. പൈസ കൊടുത്തൊന്നും അല്ല പോയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വളരെ ലോജിസ്റ്റിക്സിൻ്റെ മറ്റ് കമ്പനികൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ചൈനയിൽ പോയി കഴിഞ്ഞാൽ 1 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. കാരണം അവിടെ എക്സിബിഷൻസ് ഉണ്ട്, അതെല്ലാം അറേഞ്ച് ചെയ്യണം, അല്ലേ? ഇതെല്ലാം ആരുടെ ചിലവിലാണ്? എല്ലാം കമ്പനിയുടെ ചിലവിലാണ്. അപ്പോൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഷിപ്പിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യാം,
ഫ്രൈറ്റ് ഫോർവേഡിനകത്ത് വർക്ക് ചെയ്യാം, കാർഗോ കമ്പനിയിൽ വർക്ക് ചെയ്യാം, എയർപോർട്ടിൽ വർക്ക് ചെയ്യാം, സീപോർട്ടിൽ വർക്ക് ചെയ്യാം. അല്ലേ, എന്തുമാത്രം സീപോർട്ട്സ്. ഇപ്പോൾ നമ്മൾ 2016 നമുക്ക് 47 എയർപോർട്ടാണ് ഉള്ളത്. ഇന്ന് ഏകദേശം 140 കൂടുതൽ എയർപോർട്ട്സ് ഉണ്ട്. 10 വർഷം കൊണ്ട് എത്ര ശതമാനം ഇൻക്രീസാണ്? അപ്പം അത്രയും പാസഞ്ചേഴ്സ് കൂടുന്നല്ല, അത്രയും കാർഗോ കൂടുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യമില്ലേ ആൾക്കാരെ? അത്രയും ഓപ്പർച്യൂണിറ്റീസാണ് വന്നേക്കുന്നത്. ലോജിസ്റ്റിക്സ് ഓപ്പർച്യൂണിറ്റീസ് മാത്രമല്ലല്ലോ, ഒരു എയർപോർട്ട് വരുമ്പോൾ എന്തെല്ലാം ബിസിനസ്സാണ് പോകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഗ്രോത്ത് നമ്മൾ നോക്കുക. അതായത് ഇന്ത്യയിലെ എയർപോർട്ട് മാത്രമല്ല, ഒരു 10 വർഷത്തെ ഇന്ത്യയുടെ ഗ്രോത്തും എക്സ്പോർട്ടിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നമുക്ക് പെട്ടെന്ന് അതും വേണ്ട. അതുപോലെ വേൾഡ് സോറി ഞാൻ പെട്ടെന്ന് മറന്നുപോയി. വേൾഡ് എക്കണോമിക് ഫോറം, അതായത് 2030 ഏതെല്ലാം കോഴ്സുകളാണ് റിലവൻ്റ് ആയെന്നുള്ളത് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഒരു ബുക്ക്ലെറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. യു ക്യാൻ റീഡ് ഇറ്റ്. അവർ ബിഗ് 4 കമ്പനികളായ KPMGയും പ്രൈസ് വാട്ടർ കൂപ്പേഴ്സും ഒക്കെ അവർ ചെയ്യുന്ന റിപ്പോർട്ടുകൾ വരയ്ക്കുന്നുണ്ട്. ഇന്ന കോഴ്സുകളൊക്കെ ഇനി റിലവൻ്റ് അല്ല, ഇനിയും വരാൻ പോകുന്ന അടുത്ത 10 വർഷത്തേക്ക് ഇന്ന കോഴ്സുകളാണെന്ന് അവർ പറയുന്നുണ്ട്. ആരൊക്കെയാണ് പറയുന്നത്? KPMG, ബിഗ് 4 കമ്പനികളായ KPMG, PwC, ഡിലോയിറ്റ് ഒക്കെയാണ് അവരുടെ ആനുവൽ റിപ്പോർട്ടിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ റിപ്പോർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് ജോബുകളാണ് ഇനി റിലവൻ്റ് ആയിട്ടുള്ളതും ഒക്കെ കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്ത് അവർ പറഞ്ഞതൊക്കെ പലപ്പോഴും കുറച്ചൊക്കെ ഫ്ലക്ച്വേഷൻ വന്നത് എപ്പോഴാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കോവിഡ് വന്നപ്പോഴാണ്. അല്ലേ? നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും അല്ലല്ലോ കോവിഡ് ശേഷം അല്ല ആ സമയത്ത് നടന്നത്. അപ്പം അതിനകത്ത് പ്ലസ് ഓർ മൈനസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ. എൻ്റെ ആൻസർ ഇച്ചിരി നീണ്ടുപോയെന്ന് എനിക്കറിയാം, പക്ഷേ ഇതെല്ലാവർക്കും കൂടെ ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞു. ഇനി MBAക്ക് തന്നെ ലോജിസ്റ്റിക്സ് ഉണ്ട്, സപ്ലൈ ചെയിൻ ഉണ്ട്, MBA മാരിടൈം ഉണ്ട്, MBA ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻ്റ് ഉണ്ട്. MBA തന്നെ ഇപ്പോൾ ഒത്തിരി സ്പെഷ്യലൈസേഷൻ വന്നിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനകത്ത് എല്ലാം കവേർഡ് ആവും. വേണമെങ്കിൽ പിന്നെ അതിനുശേഷം നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകാമോ? ഓക്കെ, തീർച്ചയായിട്ടും സാർ. താങ്ക് യു സോ മച്ച് ആൻഡ് സോറി ഫോർ ദ ഡിലേ. No. It is actually good. Throughout session തന്നെ സാർ ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഐ തിങ്ക് സംവാട്ട് ഇറ്റ് വാസ് കവേർഡ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാർജർ ഓഡിയൻസിലേക്ക് ഇത് എത്തിക്കും നമ്മുടെ റെക്കോർഡിങ്ങും വെബ്സൈറ്റിലൂടെയും മറ്റ് മീൻസിലൂടെ. സോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം കുട്ടികളുടെയും ടീച്ചേഴ്സിന്റെ. അപ്പൊ നമുക്ക് എല്ലാ ജില്ലയിലും എക്സിക്യൂട്ടീവ്സ് ഉണ്ടല്ലോ, അവർ വഴി ഇത് റൗട്ട് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്ത് ഒരു സ്ട്രീം ലൈൻഡ് മാനറിൽ സാറിന് എത്തിക്കുകയും അങ്ങനെ അത് ഒരു പ്രോസസ്സ് നമുക്ക് ഉണ്ടാക്കുക. അത് വി ഹാവ് ഓൾറെഡി സെറ്റ് ഇറ്റ് ഇൻ മോഷൻ. സോ അപ്പൊ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് സുദീപ് സാറിനൊരു ഹൃദയംഗമമായ നന്ദി YAPയുടെ ഭാഗത്ത് നിന്ന്. സാർ നമ്മുടെ ഒരു മുൻകാലങ്ങളിലെ മെന്റർ കൂടെ ആയതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഡ്യുവൽ അഡ്വാൻറ്റേജ് ഉണ്ടായി. ആ YAP പെർസ്പെക്റ്റീവില് ഈ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് മാറ്റർ അവതരിപ്പിച്ചപ്പോ അത് കുറെ കൂടെ റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ ആ ഒരു പ്രോബ്ലംസ് കണ്ടെത്തുക അല്ലെങ്കിൽ ഒരു ഐഡിയേഷനിലേക്ക് ഇന്നോവേഷനിലേക്ക് പോവാം എന്ന ഒരു ആംഗിൾ കൊടുക്കാൻ സാധിച്ചു. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കി മാറ്റിയത്. സോ കുറച്ചു കാലം പേഴ്സണലായിട്ട് പറയുന്നത് ഞാനും IT ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടിരിക്കും ഏറെ വർക്ക് ചെയ്തിട്ടുള്ള ഫീൽഡാണ് റീറ്റെയിൽ ഇൻഡസ്ട്രി. അപ്പം കുറെ എന്നാലും ഇപ്പൊ അതിൽ നിന്നൊക്കെ വളരെ അത് 15 കൊല്ലം മുമ്പാണ്. സോ വന്ന മാറ്റങ്ങൾ ഇപ്പം ഡ്രോൺ ബേസ്ഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓട്ടോമേഷൻ സർവത്ര വരുന്ന ഒരു കാഴ്ച വളരെ അത്ഭുതകരമായിട്ടുള്ള പുതുപ്പുകളാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഡിസ്റപ്ഷൻ എന്ന വാക്ക് എല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ ലോജിസ്റ്റിക്സിനും തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട്. അതെ. പിന്നെ കുട്ടികൾക്കും ആ ഒരു സബ്ജക്റ്റിലുള്ള ഇൻട്രസ്റ്റ് ജനിക്കുകയും അവര് അതൊരു കരിയർ ആക്കുന്നതിനെ പറ്റിയുള്ള താല്പര്യമുള്ള പലരും ഉണ്ട്. ഇന്നത്തെ ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. സോ ഡെഫിനറ്റ്ലി പ്രത്യേകിച്ച് നമ്മുടെ വിഴിഞ്ഞവും അങ്ങനത്തെ ഡെവലപ്മെന്റ്സ് വരുന്ന കോണ്ടെക്സ്റ്റിൽ അത് വളരെ അട്രാക്റ്റീവ് ഫീൽഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഒന്നുകൂടെ സാറിനുള്ള
നന്ദി താങ്ക് യു സോ അറിയിച്ചുകൊള്ളുകയാണ്. മച്ച് സാർ. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ് ടു എവരി വൺ. താങ്ക് യു. യോ